പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്ന ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 ക്ലാസ്സിലെ ഫസ്റ്റ് ബെൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടാകുന്നത് ഗുണകരമായിരിക്കും. നമസ്കാരം. 2ാം വർഷ പൊളിറ്റിക്കൽ സയൻസ് ഫോക്കസ് ഏരിയയുടെ ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്നേഹസ്വാഗതം. ഞാൻ നജീം എ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുന്നം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2ാം വർഷ പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിന്റെ ഭാഗമായി 7 അധ്യായങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1. ചലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ്. 2. ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. 3. ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസ്. 4. ദ ക്രൈസിസ് ഇൻ ഡെമോക്രാറ്റിക് ഓർഡർ. 5. ദ റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ്. 6. റീജിയണൽ ആസ്പിറേഷൻസ്. ആൻഡ് 7th one, the end of bipolarity. Let me begin from the first unit, challenges of nation building. രാഷ്ട്രനിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്ന ഈ അധ്യായത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് സ്വതന്ത്ര ഇന്ത്യ അഭിമുഖീകരിച്ച 3 വെല്ലുവിളികൾ ഏതെല്ലാം, അതിൽ ഒന്നാമത്തെ വെല്ലുവിളിയായ രാഷ്ട്രനിർമ്മാണത്തിലെ വെല്ലുവിളികളിൽ നേരിട്ട മറ്റ് പ്രതിസന്ധികൾ എന്തെല്ലാം എന്നുള്ളതെല്ലാമാണ്. സ്വതന്ത്ര ഇന്ത്യ അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട 3 വെല്ലുവിളികൾ: 1. ടു ഷേപ്പ് എ യൂണിഫൈഡ് നേഷൻ. 2nd one, ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രസി. ആൻഡ് 3rd one വാസ് എൻഷുർ ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഒരു ഏകീകൃത രാഷ്ട്രം നിർമ്മിക്കുക, ആ രാജ്യത്ത് ജനാധിപത്യം സ്ഥാപിക്കുക, ആ രാജ്യത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും വികസനവും ക്ഷേമവും ഉറപ്പുവരുത്തുക. ഈ 3 ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വെല്ലുവിളികളാണ് സ്വതന്ത്ര ഇന്ത്യ ഏറ്റവും പ്രധാനമായി അഭിമുഖീകരിച്ചത്. അതിൽ ഒന്നാമത്തെ വെല്ലുവിളി ടു ഷേപ്പ് എ യൂണിഫൈഡ് നേഷൻ, ഒരു ഏകീകൃതമായ രാഷ്ട്രം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു. ഒരു ഏകീകൃതമായ രാഷ്ട്രം രൂപീകരിക്കുക എന്നുള്ളതിൽ തന്നെ പ്രധാനമായും 3 ക്രൈസിസുകൾ അഥവാ ചലഞ്ചസ് നമ്മുടെ രാഷ്ട്രം അഭിമുഖീകരിച്ചിരുന്നു. 1. പാർട്ടീഷൻ, ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ. 2. ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്. 3. റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ എന്ന രാജ്യം സ്വതന്ത്രമായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. ബ്രിട്ടീഷ് ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. ആ വിഭജനത്തിന് നിദാനമായത് 2 നേഷൻ തിയറി എന്ന സിദ്ധാന്തമാണ്. ഈ സിദ്ധാന്തം മുന്നോട്ട് വെച്ച മുസ്ലിം ലീഗ് വാദിച്ചത് ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുക്കളെന്നും മുസ്ലിങ്ങളെന്നും 2 ജനതയാണ് എന്നും അവർക്ക് അവരുടെ സംസ്കാരവും ജീവിത രീതികളും എല്ലാം വ്യത്യസ്തമാകയാൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നും ആയതിനാൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക ഒരു രാജ്യം വേണം എന്നുള്ളതായിരുന്നു 2 നേഷൻ തിയറിയുടെ അന്തസത്ത എന്ന് പറയുന്നത്. ഈ തിയറിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിർത്തുവെങ്കിലും ബ്രിട്ടീഷുകാർ ഇതിന് അംഗീകാരം നൽകുകയും ഒടുവിൽ ബ്രിട്ടീഷ് ഇന്ത്യ 2 രാജ്യങ്ങളായി വെട്ടിമുറിക്കപ്പെടുകയും ചെയ്തു. And the partition was on the basis of religious majorities. And we may feel it as very simple, but there were mainly 3 challenges. മതഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം വിഭജിക്കുക എളുപ്പമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിൽ പ്രധാനമായിട്ടും 4 പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. ഒന്നാമതായി, there was no single belt of Muslim majority area in the British India. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിട്ടായിരുന്നില്ല മുസ്ലിങ്ങൾ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ രൂപീകരിക്കപ്പെട്ട പാകിസ്ഥാന് ഈസ്റ്റ് പാകിസ്ഥാനെന്നും വെസ്റ്റ് പാകിസ്ഥാനെന്നും 2 ഭൂപ്രദേശങ്ങൾ ഉണ്ടാവുകയും ആ ഭൂപ്രദേശങ്ങൾക്കിടയിൽ 1500ഓളം ഇന്ത്യൻ ഭൂപ്രദേശം ഉണ്ടാവുകയും ചെയ്തു. സെക്കൻഡ്ലി, ഓൾ മുസ്ലിം മെജോറിറ്റി ഏരിയാസ് ഡു നോട്ട് വാണ്ട് ടു ബി പാർട്ട് ഓഫ് പാകിസ്ഥാൻ. എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളും പാകിസ്ഥാന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചില്ല. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അടക്കമുള്ളവർ പാകിസ്ഥാനിൽ ചേരുന്നതിനെ ശക്തമായി എതിർത്തവരാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ദാറ്റ് വാസ് വിത്ത് ബംഗാൾ ആൻഡ് പഞ്ചാബ്. They were Muslim majority areas, but there were lot of non-Muslim majority areas. പഞ്ചാബിലും ബംഗാളിലും
അമുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരുപാട് പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ആകയാൽ ആ പ്രദേശങ്ങളെ മൊത്തത്തിൽ പാകിസ്ഥാനിലേക്ക് കൈമാറുക അസാധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങൾ വീണ്ടും ജില്ലാതലത്തിലോ അതിലും ചെറിയ ഇടങ്ങളായിട്ടോ വിഭജിക്കേണ്ടിയിരുന്നു. അത് വലിയ ആഴത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ദ ഫോർത്ത് പ്രോബ്ലം വാസ് ദ പ്രോബ്ലം ഓഫ് മൈനോറിറ്റീസ്. പാകിസ്ഥാനായി നിശ്ചയിക്കപ്പെട്ട പ്രദേശങ്ങൾ ഉൾപ്പെട്ടുപോയ അമുസ്ലിങ്ങളും ഇന്ത്യൻ ഭൂപ്രദേശത്തിൽ ഉൾപ്പെട്ടുപോയ മുസ്ലിങ്ങളും കെണിയിലായി എന്നുള്ളതാണ്. വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങൾ പ്രധാനമായും ബ്രിട്ടീഷ് ഇന്ത്യ എന്നും പാകിസ്ഥാനെന്നും രണ്ട് രാജ്യങ്ങളായി മാറി. ആൻഡ് ഇറ്റ് റിസൾട്ട് ഇൻ ദ ലാർജസ്റ്റ് അൺപ്ലാൻഡ് ട്രാൻസ്ഫർ ഓഫ് പോപ്പുലേഷൻ. ലോകത്ത് ഏറ്റവും വലിയ മനുഷ്യ കൈമാറ്റമാണ് ഈ വിഭജനത്തിന്റെ ഭാഗമായി ഉണ്ടായത്. And there was killings and atrocities on the basis of religion. Lahore, Amritsar and Kolkata-like cities became communal zones. Men began to kill and loot on the basis of religion each other. Millions were abandoned from their homes. ദശലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. And they had to depend the refugee in shelters. അവർക്കെല്ലാം തന്നെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അഭയം തേടേണ്ടി വരികയും ചെയ്തു. കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങൾ അവർ നഗ്നപാതരായി എങ്ങോട്ടെന്നില്ലാതെ അതിർത്തികൾ തേടി അലയുകയായിരുന്നു. ആൻഡ് ഇൻ ദാറ്റ് ട്രാവൽ ദേ വർ ലൂട്ടഡ്, അറ്റാക്ഡ്, ദ വിമൻ വെയർ റേപ്ഡ് ആൻഡ് വിമൻ വെയർ അബ്ഡക്റ്റഡ്. ആൻഡ് ദീസ് അബ്ഡക്റ്റഡ് വിമൻ വെയർ ഫോഴ്സ്ഡ് ടു മാരി ദ മെൻ ഓഫ് അതർ റിലീജിയൻസ് and they were compelled to religious conversion. തട്ടിയെടുക്കപ്പെട്ട സ്ത്രീകൾ മതപരിവർത്തനം ചെയ്യപ്പെടുകയും മറ്റു മതങ്ങളിലെ ആൾക്കാരെ ബലാത്കാരമായി വിവാഹം ചെയ്യാൻ നിർബന്ധിതരാവുകയും ചെയ്തു എന്നുള്ളതാണ്. ദുരിതപൂർണമായ ഈ യാത്രയിൽ എതിർ മതക്കാരുടെ കൈയാൽ തങ്ങളുടെ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് കാണാൻ കഴിയാതെ കുടുംബമഹിമ കാക്കാനെന്ന പേരിൽ മാതാപിതാക്കൾ തന്നെ സ്വന്തം പെൺമക്കളെ കൊന്നുകളയുന്ന ദുരിതപൂർണമായ സാഹചര്യവും ഉണ്ടായി. നിരവധി കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. നിരവധി മാതാപിതാക്കൾക്ക് അവരെ കുട്ടികൾ നഷ്ടപ്പെട്ടു. ഏതെങ്കിലും വിധത്തിൽ അതിർത്തി കടന്ന് അപ്പുറത്തെത്തിയ ജനങ്ങൾ വളരെ വേദനയോട് മനസ്സിലാക്കി they had no land and home there. And for them, independence was life in refugee camps for months and even for years. Partition of India and Pakistan was not just a partition of the administrative apparatus. കേവലം സ്വത്തുക്കളുടെയോ ഭരണ സംവിധാനങ്ങളുടെ ഒരു പാർട്ടീഷൻ മാത്രമായിരുന്നില്ല ഇന്ത്യ പാക് വിഭജനം എന്ന് പറയുന്നത്. എവരിതിങ് വാസ് ഡിവൈഡഡ്. എല്ലാം വിഭജിക്കപ്പെട്ടു. പോലീസിലെ ബാൻഡ് പോലും വിഭജിക്കപ്പെട്ടു. റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ വിഭജിക്കപ്പെട്ടു. ഓഫീസുകളിലെ ടേബിളുകളും കസേരകളും, എന്തിനധികം പേപ്പർ ക്ലിപ്പുകൾ പോലും വിഭജിക്കപ്പെട്ടു. എബവ് ഓൾ, ഇറ്റ് വാസ് എ സെപ്പറേഷൻ, എ ഡിവിഷൻ ഓഫ് മാൻ ഓൺ ദ ബേസ് ഓഫ് കമ്മ്യൂണിറ്റീസ്. സമുദായങ്ങളുടെ ഒരു വിഭജനമായിരുന്നു ഇത്. 80 lakhs people migrated. 80 ലക്ഷത്തോളം ജനങ്ങൾ കുടിയേറ്റം ചെയ്യപ്പെട്ടു. 5 to 10 lakh people were killed. 5 മുതൽ 10 ലക്ഷം വരെ ജനങ്ങൾ കൊല ചെയ്യപ്പെട്ടു. ആൻഡ് ദ ഡ്രീം ഓഫ് സെക്യുലർ സ്റ്റേറ്റ് വാസ് ഓൾസോ അഫക്റ്റഡ്. മതേതര രാഷ്ട്രമെന്ന നമ്മുടെ സ്വപ്നം പോലും അതിൽ ബാധിക്കപ്പെട്ടു എന്നുള്ളതാണ്. വിഭജനത്തിന്റെ ഈ ട്രോമയെ സിനിമാക്കാരും സാഹിത്യകാരന്മാരുമൊക്കെ തങ്ങളുടെ സൃഷ്ടികളിൽ ആവിഷ്കരിക്കുകയുണ്ടായി. വിഭജനത്തിന്റെ കെടുതികളിൽ രക്ഷപ്പെട്ട ജനങ്ങൾ തന്നെ ആ വിഭജനത്തിന്റെ കെടുതികളെ വിശേഷിപ്പിച്ച ഹൃദയങ്ങളുടെ വിഭജനം എന്ന അതേ വാക്ക് പ്രയോഗത്തിൽ തന്നെയാണ് എഴുത്തുകാരും സാഹിത്യകാരന്മാരും ഈ വിഭജനത്തെയും തങ്ങളുടെ കൃതികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രനിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജന വിഷയമായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നത് ദാറ്റ് കൺസിസ്റ്റഡ് ഓഫ് ബ്രിട്ടീഷ് പ്രോവിൻസസ് ആൻഡ് ദ പ്രിൻസിലി സ്റ്റേറ്റ്സ്. ആൻഡ് ആസ് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, ബ്രിട്ടീഷേഴ്സ് ഡിക്ലെയർഡ് ദാറ്റ് when they are leaving India, they are missing their control over the princely states, and the princely states are becoming independent states. And they can decide whether to join India or to Pakistan, or they can remain independent. And the decision was left to the rulers and not to the people. ബ്രിട്ടീഷ് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ നാട്ടുരാജ്യങ്ങളും സ്വതന്ത്രമാവുകയാണെന്നും അവയ്ക്ക് ഇഷ്ടമുള്ള തീരുമാനം സ്വീകരിക്കാമെന്നും ആ തീരുമാനമെടുക്കാനുള്ള അധികാരം രാജാക്കന്മാർക്കാണെന്നും ബ്രിട്ടീഷുകാർ
വ്യവസ്ഥ ചെയ്തു വെച്ചു. ഇത് ഒരു ഏകീകൃത രാഷ്ട്രമെന്ന നമ്മുടെ സങ്കല്പത്തെ മങ്ങലേൽപ്പിച്ചു. ഇന്ത്യ 565ഓളം നാട്ടുരാജ്യങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു. ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെടുമെന്ന ഒരു വലിയ ഭീതിതമായ അവസ്ഥ ഇത് സൃഷ്ടിച്ചു. ഈ പ്രശ്നത്തെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് വളരെ ശക്തമായ നിലപാടുകൂടിയാണ് നേരിട്ടത്. ഈ നാട്ടുരാജ്യങ്ങളെ അനുനയിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തത് ഇന്ത്യയുടെ ഒന്നാമത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായി പട്ടേൽ ആണ്. അദ്ദേഹം നാട്ടുരാജാക്കന്മാരുമായി ചർച്ച നടത്തുകയും അനുരഞ്ജന ശ്രമങ്ങൾ നടത്തുകയും അതിന്റെ ഭാഗമായി നാട്ടുരാജ്യങ്ങളെ ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ ലയന കരാറിൽ ഒപ്പിടുവിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭാഗമാക്കുകയും ചെയ്തു. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്ന കാര്യത്തിൽ ദ അപ്രോച്ച് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ 3 കൺസിഡറേഷൻസ്. ഇന്ത്യയുടെ സമീപനത്തെ 3 ധാരണകളാണ് പ്രധാനമായും സ്വാധീനിച്ചിരുന്നത്. ഫസ്റ്റ് വൺ, the people of the princely states want to become the part of India. Secondly, autonomy can be given to some regions to accept diversity. വൈവിധ്യത്തെ അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി പ്രദേശങ്ങൾക്ക് ആവശ്യമെങ്കിൽ സ്വയംഭരണം കൊടുത്തുകൊണ്ടുപോലും ഇന്ത്യയോടൊപ്പം ചേർക്കാം. മൂന്നാമതായി, on the backdrop of partition, integration of princely states and drawing the boundaries of India became significant. In the integration of princely states, 4 regions became very crucial. One was Junagadh, another one was Hyderabad, then Manipur and Kashmir. The problem of Junagadh was solved through a plebiscite. എന്നാൽ ഹൈദരാബാദിന്റെ വിഷയം വളരെ സങ്കീർണമായിരുന്നു. ഹൈദരാബാദിലെ നൈസാം ഇന്ത്യയുമായി സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റാണ് ഒപ്പുവെക്കാൻ തയ്യാറായത്. ഇന്ത്യ ഗവൺമെന്റ് നൈസാം ചക്രവർത്തിയുമായിട്ട് നിരന്തരമായ അനുരഞ്ജന ശ്രമങ്ങൾ നടത്തി. ഇതിനിടയിൽ ഹൈദരാബാദിൽ നൈസാമിനെതിരെ നൈസാമിന്റെ ഭരണത്തിന് കീഴിൽ പീഡനം അനുഭവിച്ച പെസൻസും അതുപോലെ സ്ത്രീകളുമൊക്കെ സമരം ആരംഭിച്ചു. രാസക്കാർ എന്ന തന്റെ അർദ്ധ സൈനിക വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് നൈസാം ആ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തി. രാസക്കാർ സ്ത്രീകളെയും അതുപോലെ പെസൻസിനെയും മൃഗീയമായി ലൂട്ട് ചെയ്യുകയും റേപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തു. എന്നാൽ രാസക്കാരന്റെ കമ്മ്യൂണൽ സ്വഭാവം, വർഗീയ സ്വഭാവം ഇന്ത്യൻ സൈന്യത്തെ അതിൽ ഇടപെടാൻ നിർബന്ധിക്കുകയും തൽഫലമായി ഇന്ത്യ സൈനികമായി ഹൈദരാബാദിൽ ഇടപെടുകയും 1948 സെപ്റ്റംബറിൽ ഹൈദരാബാദിലെ നൈസാമിന്റെ ഫോഴ്സിനെ ഡിഫീറ്റ് ചെയ്യുകയും ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമായി മാറുകയും ചെയ്തു. മണിപ്പൂരിലെ മഹാരാജാവ് ബോധചന്ദ്ര സിംഗിനെ അനുനയിപ്പിച്ച് ഇന്ത്യയുമായി ലയനക്കരാർ ഒപ്പിടിവിപ്പിക്കുവാൻ ഇന്ത്യൻ നേതൃത്വത്തിന് സാധിച്ചു. എന്നാൽ മണിപ്പൂരിലെ തെരഞ്ഞെടുക്കപ്പെട്ട നിയമനിർമ്മാണ സഭയിലെ പാർട്ടികളുമായോ നിയമനിർമ്മാണ സഭയുമായോ കൂടിയാലോചിച്ചില്ല എന്നുള്ള ഒരു വിവാദവും പ്രശ്നങ്ങളും അതിനെ തുടർന്നുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ യൂണിയനിലും പാകിസ്ഥാൻ യൂണിയനിലും ചേരാതെ ഇൻഡിപെൻഡന്റ് നിൽക്കാൻ തീരുമാനിച്ച കാശ്മീരിനെ 1948 പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ കാശ്മീരിലെ മഹാരാജാവായ ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം തേടി. ആ ഒരു സഹായം നൽകിയപ്പോൾ ഉണ്ടായ കരാർ പ്രകാരം കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി തീർന്നു. ആർട്ടിക്കിൾ 370 ചില പ്രത്യേകമായ സ്വയംഭരണ അവകാശങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റി. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്നുള്ളതാണ്. ആന്തരികമായ അതിർത്തികൾ നിശ്ചയിക്കുക എന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർവഹിക്കപ്പെട്ടത് പ്രധാനമായും 3 മാനദണ്ഡങ്ങൾ പ്രകാരമാണ്. ഒന്ന്, ഓൺ ദ ബേസിസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. സെക്കൻഡ്ലി, ഓൺ ദ ബേസ് ഓഫ് ദ ഏരിയാസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ പ്രിൻസിലി സ്റ്റേറ്റ്. ആൻഡ് തേർഡ്ലി, ദ ഏരിയാസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ബ്രിട്ടീഷേഴ്സ് ഡയറക്ട്ലി. എന്നാൽ ഇന്ത്യൻ ദേശീയ നേതൃത്വം ഇന്ത്യയുടെ ആന്തരികമായ അതിർത്തികളെ ഭാഷാ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കണം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ സ്വാതന്ത്ര്യത്തിനു ശേഷം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന തീരുമാനം നമ്മുടെ നേതൃത്വവും മാറ്റിവെച്ചു. അതിന് പ്രധാനമായിട്ടും 4 ഉത്കണ്ഠകളാണ് നമ്മളെ നയിച്ചത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം രാജ്യത്തിന്റെ ശിഥിലീകരണത്തിലേക്കും തകർച്ചയിലേക്കും നയിക്കും എന്ന് നമ്മുടെ ദേശീയ നേതൃത്വം ഭയപ്പെട്ടു. രണ്ടാമതായി, ദാറ്റ് മേ ഡീവിയേറ്റ് അറ്റൻഷൻ ഫ്രം
the social and economic problems that our nation has faced. നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിക്കപ്പെടും എന്നും അവർ ഭയന്നു. മൂന്നാമതായി, the integration of princely states was not completed. And fourthly, there was the memories of partition. വിഭജനത്തിന്റെ ഓർമ്മകൾ മായാതെ നിൽക്കുന്നതും അത്തരത്തിൽ സംസ്ഥാനം രൂപീകരിക്കുള്ള തീരുമാനം മാറ്റിവെക്കുവാൻ നമ്മുടെ ദേശീയ നേതൃത്വത്തെ പ്രേരിപ്പിച്ചു. എന്നാൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കുള്ള തീരുമാനം മാറ്റിവെക്കാനുള്ള കേന്ദ്രത്തിന്റെ തീരുമാനത്തെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. അതിലേറ്റവും പ്രധാനം മദ്രാസ് പ്രവിശ്യയിലെ തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാർ തങ്ങൾക്കൊരു ആന്ധ്ര സംസ്ഥാനം വേണമെന്ന് ആവശ്യമുയർത്തിക്കൊണ്ട് സംഘടിപ്പിച്ച വിശാല ആന്ധ്ര മൂവ്മെന്റ് ആയിരുന്നു. 56 ദിവസത്തെ നിരാഹാര സമരത്തിന്റെ ഭാഗമായി ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത പോറ്റി ശ്രീരാമുലു എന്ന ഗാന്ധിയൻ മരണപ്പെടുകയും സമരം അക്രമാസക്തമായി മാറുകയും ചെയ്തു. തുടർന്നുണ്ടായ സമ്മർദ്ദങ്ങളുടെ ഭാഗമായി 1952 ഡിസംബറിൽ ഒരു പ്രത്യേക ആന്ധ്ര രൂപീകരിക്കാം എന്ന് ഇന്ത്യ ഗവൺമെന്റ് വാഗ്ദാനം നൽകി. പ്രത്യേക ആന്ധ്ര രൂപീകരിക്കാൻ തീരുമാനിച്ചതോടുകൂടി മറ്റു പ്രദേശങ്ങളിലും ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണമെന്ന മുറവിളി ശക്തമാവുകയും പ്രക്ഷോഭങ്ങൾ രൂക്ഷമാവുകയും ചെയ്തപ്പോൾ in 1953 the government of India appointed a state reorganization commission under the leadership of Fazal Ali. And the committee submitted its report in 1955, and the committee suggested that the most appropriate criteria to draw internal boundaries in India is language. And as per the report of that commission, the State Reorganization Act was enacted in 1956, and as part of that, 14 states and 6 union territories were established in 1956. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുവാനുള്ള തീരുമാനം രാജ്യത്തിന്റെ ശിഥിലീകരണത്തിലേക്കല്ല നയിച്ചത്, മറിച്ച് അത് ദേശീയമായ ഐക്യത്തെ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്തത്. അത് ഇന്ത്യയുടെ ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ സ്വഭാവത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി. ആൻഡ് ദാറ്റ് അണ്ടർലൈൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആൻഡ് എബവ് ഓൾ എ യൂണിഫോം ക്രൈറ്റീരിയ ഫോർ സ്റ്റേറ്റ് ബൗണ്ടറീസ് വാസ് പ്രൊവൈഡഡ്. പിൽക്കാലത്തും ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഭാഷ മാത്രമല്ല ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ളത്. ഭാഷയ്ക്ക് പുറമെ സെപ്പറേറ്റ് റീജിയണൽ കൾച്ചർ, റീജിയണൽ ഇക്കണോമിക് ബാക്ക്വേർഡ്നെസ് എന്നിവയെ അടിസ്ഥാനമാക്കിയും ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ രൂപീകൃതമായിട്ടുണ്ട്. ദ സെക്കൻഡ് യൂണിറ്റ് ഇൻ അവർ ഫോക്കസ് ഏരിയ ഈസ് ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ യൂണിറ്റിൽ നമ്മൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇന്ത്യ ജനാധിപത്യം സ്വീകരിച്ചത്? ഇന്ത്യയിലെ ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് ലോക ജനാധിപത്യത്തിലെ നാഴികക്കല്ലായി മാറിയത് എങ്ങനെയാണ്? ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏകകക്ഷി മേധാവിത്വത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയാണ് ഒരു സാമൂഹിക പ്രത്യയശാസ്ത്ര മുന്നണിയായി രൂപപ്പെട്ടത്? കോൺഗ്രസ് സിസ്റ്റം എന്നാൽ എന്താണ്? അക്കാലത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ അതൊക്കെയാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തെ ശക്തമാക്കുന്നതിൽ അന്നത്തെ പ്രതിപക്ഷം വഹിച്ച പങ്ക് എന്താണ്? Why India adopted democracy? Because our freedom struggle was based on the principles of democracy, and our leaders were very well conscious of the role of politics in democracy. They saw politics not as a problem, but as a method to solve the problems. Our leaders believed that people should have the power to decide the governance, and democratic politics is essential and is apt to resolve conflicting aspirations. The first election in India was a landmark in the history of democracy in the world. Why? When India became republic, we were under an interim government, and it was essential to establish a democratically elected government here. And the election commission was established, and it undertook the task of establishing a democratically elected government here. It was not simple. It had to draw the boundaries of the constituencies and to prepare the electoral rolls. വോട്ടർ പട്ടിക തയ്യാറാക്കുവാൻ
ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചപ്പോൾ ആ വോട്ടർ പട്ടികയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ പേരുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വോട്ടർ പട്ടിക തിരിച്ചയച്ച് അതുകൂടി ഉൾപ്പെടുത്തുവാനും ഇലക്ഷൻ കമ്മീഷൻ ശ്രമിച്ചു. ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഇൻ ഇന്ത്യ വാസ് എ മാമത്ത് എക്സർസൈസ്. എന്തുകൊണ്ടാണത്? ഇത്തരത്തിൽ വലിയ ഒരു ഇലക്ഷൻ അക്കാലത്ത് തന്നെ ലോകത്ത് എങ്ങും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 17 കോടി വോട്ടർമാർ. ആൻഡ് ദേ ഹാഡ് ടു ഇലക്ട് 3,200 MLAs and 489 MPs. And among these 17 crores of voters, only 15% were literate. And for these illiterate voters, our electoral system, our election commission had to provide a special method of election. 3 lakhs of officers and polling staff were selected, appointed and given training. It was a big test of democracy in a poor and illiterate country. And dear students, during that period, democracy was practiced only in the prosperous and educated and literated countries of Europe and North America. And even in some European countries, there was no universal adult franchise. But in the case of India, we conferred a universal adult franchise to all citizens, even from the first general election onwards. There was great skepticism among the Indian and foreign scholars about the Indian election. But finally, the election was held from 25th October 1951 to 21st February 1952. 6 മാസം പ്രചരണവും വോട്ടിങ്ങിനുമെല്ലാമായി എടുത്തു. ഇലക്ഷൻ വളരെ കോമ്പറ്റീറ്റീവ് ആയിരുന്നു. വോട്ടർമാരിൽ 50%-ലധികവും പങ്കെടുത്തു. ഓരോ മണ്ഡലത്തിലും 4-ലധികം സ്ഥാനാർത്ഥികൾ വീതം ഉണ്ടായിരുന്നു. Most importantly, when the electoral results were announced, it was accepted even by the losers. And through that election, India proved that democracy is possible anywhere in the world. ദാരിദ്ര്യമോ നിരക്ഷരതയോ ജനാധിപത്യത്തിന് തടസ്സമല്ല എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കുക വഴി it became a landmark in the democracy of world. And during the first 3 general elections, Indian National Congress dominated in Indian politics, and no other political party can make a challenge to them. ഒന്നാമത്തെ ഇലക്ഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൊട്ടുപിറകിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സീറ്റുകൾ തന്നെ 16 ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇത്രയും വലിയൊരു വിജയം നേടിക്കൊടുത്ത ഘടകങ്ങൾ എന്ന് പറയുന്നത് 1. The legacy of national movement. 2. The nationwide organization of Indian National Congress. 3. The candidates of Indian National Congress were leaders of national movement. 4thly, the charismatic leadership of Nehru. 5thly, Congress got the advantage of first of the blocks. And another factor was the inclusive nature of Congress. And a most significant factor was the FPTP system, in which the votes against Congress, in which the non-Congress votes were divided among various political parties and candidates. Dear students, it is also argued that the victory of Congress was artificially boosted one. കോൺഗ്രസിന് 4-3 സീറ്റുകൾ കൈവരിക്കാൻ സാധിച്ചുവെങ്കിലും 50% പോലും വോട്ടുകൾ നേടാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് മറ്റു സ്ഥാനാർത്ഥികൾക്ക് മൊത്തത്തിൽ ലഭിച്ചിരുന്നു. കോൺഗ്രസിനെതിരായ വോട്ടുകൾ നിരവധി രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കുമിടയിൽ വിഭജിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് ഇത്രയും അഭൂതപൂർവമായ വിജയം ഉണ്ടായത്. അതിനാൽ FPTPയുടെ പ്രത്യേകതകളാലാണ് കോൺഗ്രസിന് അഭൂതപൂർവമായ വിജയം ഉണ്ടായത് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നേച്ചർ ഓഫ് കോൺഗ്രസ് ഡോമിനൻസ്. കോൺഗ്രസ് മേധാവിത്വത്തിന്റെ പ്രകൃതം. There are cases of one-party dominance in several states. In China, Cuba and Syria, there is one-party dominance because in that political system, they allows only one political party to exist. And in Myanmar, Belarus, Egypt and Eritrea-like nations, one-party dominance became possible through legal and military measures. But in India, the Congress obtained one-party dominance
under democratic conditions. All political parties were allowed to contest in the elections. നിരവധി സ്ഥാനാർത്ഥികൾ, നിരവധി പാർട്ടികൾ, തികച്ചും ജനാധിപത്യപരമായ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ഇലക്ഷൻ നടന്നത്. എന്നിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തുടർച്ചയായി മേധാവിത്വം സ്ഥാപിക്കുവാൻ സാധിച്ചു. ആ അർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മേധാവിത്വം വർണ്ണവിവേചനത്തിനു ശേഷം സൗത്ത് ആഫ്രിക്കയിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ ഏകകക്ഷി മേധാവിത്വത്തിന് തുല്യമായി നമുക്ക് കണക്കാക്കാം. എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ഒരു സാമൂഹിക പ്രത്യയശാസ്ത്ര മുന്നണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ഡിയർ സ്റ്റുഡൻസ്, in 1885, Indian National Congress was formed as a pressure group by the newly educated professional and commercial class. It was a party of the English-speaking, upper caste, upper middle class and urban elite. But through a very civil disobedience movement, the party broadened its base. And more sections of people came under its ambit: peasants, industrialists, urban dwellers, villagers, workers, owners, middle, lower, upper classes and castes became part of the Indian National Congress. Thus, Indian National Congress represented classes, castes, languages, regions and various interests together. Thus, by the time of independence, Indian National Congress became a rainbow-like coalition. മഴവിൽ സമാനമായ ഒരു സാമൂഹിക മുന്നണിയായി കോൺഗ്രസ് മാറിയിരുന്നു. ആൻഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഇൻക്ലൂസീവ്. ഇറ്റ് വാസ് എ പ്ലാറ്റ്ഫോം ഫോർ ഓൾ ദ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ആൻഡ് ഡിഫറന്റ് ഇൻട്രസ്റ്റ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷേഴ്സ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾക്കും ഗ്രൂപ്പുകൾക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പൊതുവേദിയായിരുന്നു. ഈ പൊതുവേദികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കരുത്താവുകയാണ് ചെയ്തത്. ദസ് ഇറ്റ് ഇൻക്ലൂഡഡ് ദ റവല്യൂഷണറീസ്, പസിഫിസ്റ്റ്, കൺസർവേറ്റീവ്സ് ആൻഡ് റാഡിക്കൽസ്, എക്സ്ട്രീമിസ്റ്റ് ആൻഡ് മോഡറേറ്റ്സ്, ദ റൈറ്റ്സ് ആൻഡ് ദ ലെഫ്റ്റിസ്റ്റ്, ഓൾ ഷെയ്ഡ്സ് ഓഫ് ദ സെന്റർ. അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രത്യയശാസ്ത്ര വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുക വഴി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബിക്കെയിം ആൻ ഐഡിയോളജിക്കൽ കൊയിലീഷൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ പ്രകൃതം സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വർഷങ്ങളിൽ തുടർന്നു. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലെ ഒരു ഗ്രാൻഡ് സെൻട്രിസ്റ്റ് പാർട്ടിയാക്കി മാറ്റുകയും ഡോമിനന്റ് പൊളിറ്റിക്കൽ ആക്ടറാക്കി മാറ്റുകയും ചെയ്തു. കോൺഗ്രസ് സിസ്റ്റം എന്താണ്? കോൺഗ്രസ് വ്യവസ്ഥ എന്നതിന്റെ അർത്ഥം. കോൺഗ്രസിന്റെ ഈ ഉൾക്കൊള്ളൽ മനോഭാവം പ്രതിപക്ഷത്തെ വലിയ പ്രതിസന്ധിയിലാക്കി. കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ഗ്രൂപ്പുകൾ ഫാക്ഷൻസ് എന്നറിയപ്പെട്ടു. ഈ ഫാക്ഷൻസ് കോൺഗ്രസിനകത്ത് ഒരു ബാലൻസിംഗ് സംവിധാനമായി മാറി. പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ, രാഷ്ട്രീയ മത്സരം പ്രധാനമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തു തന്നെയായിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾക്ക് കേവലം ടോക്കൺ റെപ്രസന്റേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ അവ പോലും കോൺഗ്രസിനകത്ത് വിവിധ ഫാക്ഷനുകളെ സ്വാധീനിച്ചുകൊണ്ട് അതുവഴി കോൺഗ്രസിന്റെ തീരുമാനത്തെ സ്വാധീനിക്കുവാൻ ശ്രമിച്ചു പോന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരേ സമയം ഭരണപക്ഷമായും പ്രതിപക്ഷമായും കോൺഗ്രസ് തന്നെ മാറിയ ഈ ഒരു പ്രത്യേക അവസ്ഥയെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കോൺഗ്രസ് സിസ്റ്റം അഥവാ കോൺഗ്രസ് വ്യവസ്ഥ എന്ന് വിശേഷിപ്പിച്ചത്. ഡിയർ സ്റ്റുഡൻസ്, ഈ അധ്യായത്തിൽ തന്നെ പ്രധാനപ്പെട്ട 4 പ്രതിപക്ഷ പാർട്ടികളെക്കുറിച്ചുകൂടി പഠിക്കേണ്ടതുണ്ട്. സോഷ്യലിസ്റ്റ് പാർട്ടി 1934 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൂടുതൽ വിപ്ലവകരവും സമത്വാധിഷ്ഠിതവുമാക്കാൻ വേണ്ടി ഒരു കൂട്ടം ചെറുപ്പക്കാരിൽ രൂപീകരിക്കപ്പെട്ട സോഷ്യലിസ്റ്റ് പാർട്ടി പിൽക്കാലത്ത് 1948 കോൺഗ്രസ് ഇരട്ട പാർട്ടി അംഗത്വം നിഷേധിച്ചപ്പോൾ പുറത്തുപോവുകയും പ്രത്യേകമായ രാഷ്ട്രീയ പാർട്ടിയായി മാറുകയും ചെയ്തതാണ്. ഇവരുടെ പ്രത്യയശാസ്ത്രം ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 1920കളിൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു. 25ൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപപ്പെട്ടു. 1935 മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് പ്രവർത്തിച്ചു പോന്ന ഈ വിഭാഗം 1941ൽ കോൺഗ്രസിന് പുറത്തുവരികയും പ്രത്യേകമായ പ്രവർത്തന മണ്ഡലം തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഭാരതീയ ജനസംഘ് 1951ൽ ശ്യാമപ്രസാദ് മുഖർജി രൂപീകൃതമായ പ്രസ്ഥാനമാണ്. സ്വതന്ത്ര പാർട്ടി 1959ൽ ശ്രീ രാജഗോപാലാചാര്യാലും മറ്റും ഫോം ചെയ്യപ്പെട്ട പ്രസ്ഥാനമാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ കേവലം നാമമാത്രമായ
റെപ്രസെന്റേഷൻ മാത്രമേ തെരഞ്ഞെടുപ്പുകളിലൂടെ അവയ്ക്ക് ലഭിച്ചുള്ളൂ എങ്കിലും നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ അവയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു. എങ്ങനെയാണ്? ഒന്നാമതായി, അവ ഭരണകക്ഷിയുടെ പ്രവർത്തനങ്ങളെ തത്വാധിഷ്ഠിതമായി വിലയിരുത്തുകയും വിമർശിക്കുകയും അതുപോലെ തന്നെ ഭരണകക്ഷിയെ എപ്പോഴും ഒരു ചെക്കിൽ, നിയന്ത്രണത്തിൽ നിർത്തുകയും ചെയ്തിരുന്നു. ആൻഡ് ദേ കെപ്റ്റ് ദ ഡെമോക്രാറ്റിക് ഓൾട്ടർനേറ്റീവ് എലൈവ് ആൻഡ് ദേ പ്രിവെന്റഡ് ദ റെസെന്റ്മെന്റ് ഫ്രം ടേണിംഗ് ആന്റി-ഡെമോക്രാറ്റിക്. ആൻഡ് ദീസ് opposing political parties groomed great leaders to our democratic politics. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഫോക്കസ് ഏരിയയിലെ മൂന്നാമത്തെ യൂണിറ്റ് ഇന്ത്യസ് എക്സ്റ്റേണൽ റിലേഷൻസ്, ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ എന്നുള്ളതാണ്. ഇന്ത്യയുടെ വിദേശ നയം രൂപീകരിക്കുന്നതിൽ അന്തർദേശീയവും ആഭ്യന്തരവുമായ സാഹചര്യങ്ങൾ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ വിദേശനയത്തെ സ്വാധീനിച്ച എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായും കോൾഡ് വാർ ടെൻഷൻസ്, ഫോർമേഷൻ ഓഫ് UNO, ദ ത്രെറ്റ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺ, റൈസ് ഓഫ് കമ്മ്യൂണിസ്റ്റ് ചൈന, ദെൻ റിലേഷൻ ഓഫ് ഇന്ത്യൻ ലീഡർഷിപ്പ് ടു ഫോറിൻ ലീഡേഴ്സ് ആൻഡ് ദ ലെഗസീസ് ഓഫ് കോൺഫ്ലിക്ട്സ് ലെഫ്റ്റ് ബൈ ദ ബ്രിട്ടീഷേഴ്സ്. ഇന്ത്യയുടെ വിദേശനയത്തെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ആഭ്യന്തര ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും ഒന്ന്, വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങൾ; രണ്ട്, ദ ഐഡിയൽസ് ആൻഡ് പ്രിൻസിപ്പിൾസ് റൈസ്ഡ് ആൻഡ് ചെറിഷ്ഡ് ബൈ ദ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് ഇന്ത്യ; ആൻഡ് ഫോർത്തിലി, ദ ഇഷ്യൂ ഓഫ് പോവർട്ടി അലീവിയേഷൻ. ഇന്ത്യയുടെ വിദേശനയം രൂപീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ നിർവഹിച്ചത് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ്. ഹി വാസ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി. And India's foreign policy gave special significance to Afro-Asian unity, and we always kept away from power blocks. ഇന്ത്യയുടെ വിദേശ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ, ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ, അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും സംരക്ഷിക്കുവാൻ ഏറ്റവും മികച്ച ഒരു മാർഗമായി വിദേശ നയത്തെ ഇന്ത്യ കണ്ടു. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ, നെഹ്റുവിന്റെ വിദേശ നയത്തിന് പ്രധാനമായും 3 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ടു പ്രിസർവ് ദ ഹാർഡ് ഏൺഡ് സോവറിറ്റി, കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത പരമാധികാരം സംരക്ഷിക്കുക; സെക്കൻഡ്ലി, പ്രൊട്ടക്ട് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി; ആൻഡ് തേർഡ് വൺ, പ്രൊമോട്ട് റാപ്പിഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനായി ഇന്ത്യ അതിന്റെ വിദേശ നയത്തിലെ സ്ട്രാറ്റജിയായി സ്വീകരിച്ചത് നാമിനെയാണ്. ചേരിചേരാ നയത്തിലൂടെ, പവർ ബ്ലോക്കുകളിൽ അംഗമാകാതിരിക്കുന്നതിലൂടെ, UNOയ്ക്ക് പിന്തുണയും സഹായവും നൽകുന്നതിലൂടെയെല്ലാം അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും സാധ്യമാണ് എന്ന് നെഹ്റുവും ഇന്ത്യയും വിശ്വസിച്ചിരുന്നു. ഡിയർ സ്റ്റുഡൻസ്, ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളിൽ ഏറ്റവും നിർണായകമായ 2 രാജ്യങ്ങളാണ് ചൈനയും പാകിസ്ഥാനും. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങളും സംഘർഷങ്ങളും 1949 ചൈന രൂപീകൃതമായപ്പോൾ തന്നെ ചൈനയെ അംഗീകരിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. 1954 ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രീമിയർ ചൌവല്ലായും തമ്മിൽ ഉണ്ടാക്കിയ പഞ്ചശീൽ കരാർ ലോകരാജ്യങ്ങൾക്കെല്ലാം വിദേശ ബന്ധങ്ങളെ ഏറ്റവും മികച്ച മാതൃകയാണ്. എന്നാൽ തുടക്കത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ ഊഷ്മളമായ ബന്ധം അധികകാലം നീണ്ടുനിന്നില്ല. പ്രധാനമായും 2 ഡെവലപ്മെന്റ്സ് വെയർ ദെയർ. വൺ വാസ് ദ ടിബറ്റൻ ഇഷ്യൂ. 1950 ചൈന ടിബറ്റിനെ കൂട്ടിച്ചേർത്തത് ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിലുള്ള ഒരു ബഫർ മേഖലയെ ഇല്ലാതാക്കി. ആൻഡ് അനദർ ഇഷ്യൂ വാസ് ബൗണ്ടറി ഡിസ്പ്യൂട്ട്. മക്മോഹൻ ലൈൻ ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തിയായി അംഗീകരിക്കുവാൻ ചൈന തയ്യാറായില്ല. അക്സായി ചിൻ മേഖലയിലും അതുപോലെ അരുണാചൽ പ്രദേശിന്റെ വളരെയധികം മേഖലകളിലും ചൈന അവകാശവാദം ഉന്നയിച്ചു. ടിബറ്റിലെ ചൈനീസ് ഇടപെടലിനെ തുടർന്ന് ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമയും അദ്ദേഹത്തിന്റെ അനുയായികളും ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടുകയും ഇന്ത്യ അവർക്ക് പൊളിറ്റിക്കൽ അസൈലം നൽകുകയും ചെയ്തു. എന്നാൽ ചൈനീസ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ അനുവാദം നൽകുകയാണ് എന്ന ഗുരുതരമായ ആരോപണം ചൈന ഉന്നയിച്ചു. നിരവധി അതിർത്തി തർക്കങ്ങൾ. ഒടുവിൽ 1962 ചൈന ഇന്ത്യയെ കടന്നാക്രമിച്ചു. 1962 ഇൻഡോ ചൈന യുദ്ധം ആന്തരികവും
ബാഹ്യവുമായ നിരവധി പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സ്വദേശത്തും വിദേശത്തും ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്ക് ഇത് മങ്ങലേൽപ്പിച്ചു. ഇന്ത്യയ്ക്ക് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പോലും സൈനിക സഹായം ഒരു ഘട്ടത്തിൽ തേടേണ്ടി വന്നു. ഇത് ഇന്ത്യയ്ക്ക് വലിയ തരത്തിൽ ദേശീയ അപമാനത്തിനിടയാക്കി. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ദേശീയ വികാരത്തെ ഇത് ശക്തിപ്പെടുത്തുകയും ചെയ്തു. ചൈനീസ് ഉദ്ദേശങ്ങളെക്കുറിച്ച് കേവലം നിസ്സാരമായ വിലയിരുത്തൽ നടത്തിയതിന്റെ പേരിൽ നെഹ്റു വിമർശിക്കപ്പെട്ടു. പട്ടേലിനെ പോലുള്ള നേതാക്കൾ ചൈനയെ സംശയത്തോടുകൂടി വീക്ഷിച്ചിരുന്നപ്പോൾ നെഹ്റു അതിന് തയ്യാറായിരുന്നില്ല എന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിരവധി സൈനിക ഉദ്യോഗസ്ഥർ രാജിവെക്കുകയോ വിരമിക്കുകയോ ചെയ്തു. നെഹ്റുവിന്റെ സന്തത സഹചാരിയായിരുന്ന വി കൃഷ്ണമേനോൻ പ്രതിരോധ മന്ത്രിസ്ഥാനം രാജിവെച്ചു. നെഹ്റുവിനെതിരെ ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം ഉന്നയിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ചൈന യുദ്ധം ഇന്ത്യയിലെ രാഷ്ട്രീയപരമായ സമവാക്യങ്ങളെയും മൂഡിനെയും തന്നെ രാഷ്ട്രീയ അവസ്ഥയും തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തി. ചൈന യുദ്ധത്തിന് ശേഷം നടന്ന നിർണായകമായ ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടി പരാജയപ്പെടുക പോലും ഉണ്ടായി. ഇന്തോ ചൈന യുദ്ധം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെയും ബാധിച്ചു. പ്രധാനമായും 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI എന്നും CPIM എന്നും രണ്ട് പാർട്ടികളായി വിഭജിക്കപ്പെട്ടു. ഇന്ത്യ ചൈന യുദ്ധം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചഞ്ചലത നിറഞ്ഞ രാഷ്ട്രീയ നിലപാടുകളിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പുനഃസംഘടന ഉണ്ടായി. നാഗാലാൻഡിന് പ്രത്യേക സംസ്ഥാന പദവി നൽകപ്പെട്ടപ്പോൾ മണിപ്പൂരിനും ത്രിപുരയ്ക്കും തെരഞ്ഞെടുക്കപ്പെട്ട നിയമനിർമ്മാണ സഭകളും അനുവദിക്കുകയുണ്ടായി. ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളിലെ മറ്റൊരു നിർണായകമായ രാജ്യമാണ് പാകിസ്ഥാൻ. ഒരേ ചരിത്രവും ഒരേ പൈതൃകവും പേറുന്ന രണ്ട് രാജ്യങ്ങൾ. എന്നാൽ വിഭജനത്തിനു ശേഷം ഈ രണ്ട് രാജ്യവും തമ്മിലുള്ള ബന്ധം വളരെയധികം വഷളായി. തുടക്കത്തിൽ തന്നെ 4 കാര്യങ്ങളിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കമുണ്ടായിരുന്നത്. ഒന്ന്, ഇൻ ദ ഷെയറിംഗ് ഓഫ് മിലിറ്ററി അസറ്റ്സ്. സെക്കൻഡ്ലി, ഇൻ ദ ഷെയറിംഗ് ഓഫ് ഇൻഡസ് വാട്ടേഴ്സ്. ആൻഡ് തേർഡ്ലി, ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ അസറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ഓഫ് അൺഡിവൈഡഡ് ഇന്ത്യ. ആൻഡ് ഫോർത്തിലി, ഓൺ കാശ്മീർ. ഇത്തരത്തിൽ തർക്കങ്ങൾ നിലനിന്നപ്പോഴും ഇരു രാജ്യങ്ങളും നിരവധി കാര്യങ്ങൾ ഒരുമിച്ച് സഹകരിച്ചു. പ്രധാനമായും വിഭജനകാലത്ത് തട്ടിയെടുക്കപ്പെട്ട സ്ത്രീകളെ അവരുടെ വീടുകളിൽ എത്തിക്കുവാൻ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചു. അതുപോലെ തന്നെ 1960 വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഇൻഡസ് വാട്ടേഴ്സിലെ ജലം പങ്കിടുന്നതുമായ തർക്കം ഒരു കരാറിലൂടെ പരിഹരിക്കപ്പെടുകയും ചെയ്തു. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും നമ്മുടെ ബന്ധം വളരെ കലുഷിതമായി തന്നെയാണ് തുടക്കം മുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 1948 പാകിസ്ഥാൻ ഗോത്രവർഗക്കാരെയും നുഴഞ്ഞുകയറ്റക്കാരെയും ഉപയോഗിച്ചുകൊണ്ട് കാശ്മീരിനെ ആക്രമിച്ചു. തുടർന്ന് 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായി. 1971 ബംഗ്ലാദേശ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യമായി മാറുന്നതിനും ഇടയൊരുക്കിയിട്ടുണ്ട്. ഈ അധ്യായത്തിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ത്യാസ് ന്യൂക്ലിയർ പോളിസി, ഇന്ത്യയുടെ ആണവനയം. ഇന്ത്യ ആണവനയം വികസനത്തിനു വേണ്ടി, സമാധാന ദൌത്യങ്ങൾക്ക് വേണ്ടി വികസിപ്പിക്കുവാൻ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ പരിശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ആറ്റം ഫോർ പീസ് എന്നതാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നയം. എന്നാൽ നമ്മുടെ അയൽപക്കമായ ചൈന ആണവ ആയുധങ്ങൾ വികസിപ്പിച്ചതോടുകൂടി പാകിസ്ഥാനിലുള്ള തുടർച്ചയായ വെല്ലുവിളികളുമായപ്പോൾ രാജ്യസുരക്ഷയ്ക്ക് ആണവായുധം വികസിപ്പിക്കേണ്ടത് ഇന്ത്യക്ക് അനിവാര്യമായി തീർന്നു. എന്നാൽ ഇന്ത്യ പൂർണ്ണമായും ആണവ നിരായുധീകരണത്തെ അനുകൂലിക്കുന്നു. 1968 ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയും 1992 CTBTയും ഒപ്പിടാൻ ഇന്ത്യ തയ്യാറായില്ല. കാരണം അത് ആണവ രാജ്യങ്ങൾക്ക് ഒരു പ്രത്യേകമായ പദവി നൽകുകയും അവയ്ക്ക് ആണവായുധങ്ങൾ കൈവശം വയ്ക്കുവാൻ അനുവാദം നൽകുകയും ചെയ്യുന്നതാണ്. മറ്റു രാജ്യങ്ങളെ അത് സ്വായത്തമാക്കൽ തടയുന്ന ആ ഒരു വിവേചനപരമായ നിയമമാകയാൽ ഇന്ത്യ അതിനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ക്രെഡിബിൾ മിനിമം ന്യൂക്ലിയർ ഡിറ്റൻസ് എന്ന പോളിസിയാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ത്യ നോ ഫസ്റ്റ് യൂസ്, ഇന്ത്യക്ക് നേരെ ആണവായുധമോ
കെമിക്കൽ വെപ്പൺസോ ബയോളജിക്കൽ വെപ്പൺസോ ഉപയോഗിക്കാതെ ഇന്ത്യ ആർക്കെതിരെയും ആണവായുധം പ്രയോഗിക്കില്ല എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായ തികച്ചും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിസാർമമെന്റിനെ ഇന്ത്യ അനുകൂലിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ ഫോക്കസ് ഏരിയയിലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ, ജനാധിപത്യ ക്രമത്തിലെ പ്രതിസന്ധി. 1971 ഇലക്ഷനിൽ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ദിരാഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അഭൂതപൂർവമായ വിജയമാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ കരസ്ഥമാക്കിയത്. എന്നാൽ ആ ഗവൺമെന്റിന് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ സാധിച്ചില്ല. മാത്രമല്ല, ഇന്ത്യയ്ക്ക് നേരിടേണ്ടി വന്ന യുദ്ധങ്ങളും കാലാവസ്ഥ, മൺസൂൺ പ്രശ്നങ്ങളുമെല്ലാം തന്നെ സാമ്പത്തികമായ ഒരുപാട് പ്രതിസന്ധികൾ തീർത്തു. കാർഷിക ഉൽപ്പാദനം ഇടിഞ്ഞു, വ്യാവസായിക ഉൽപ്പാദനം ഇടിഞ്ഞു, ഭക്ഷ്യവസ്തുക്കൾക്ക് ദൗർലഭ്യമുണ്ടായി, അവശ്യ വസ്തുക്കൾക്ക് വിലക്കയറ്റമുണ്ടായി, പണപ്പെരുപ്പമുയർന്നു, ജനങ്ങളുടെ സമ്പാദ്യം നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. ഈ നിർണായകമായ സാഹചര്യത്തിൽ ഗവൺമെന്റ് കൈക്കൊണ്ട ഉദ്യോഗസ്ഥരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കൽ പോലുള്ള നടപടികളും ജനങ്ങളെ ഗവൺമെന്റിനെതിരെ ശക്തമായി തിരിക്കുകയുണ്ടായി. അവശ്യവസ്തുക്കളുടെ വിലക്കയറ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യത്തിലാകമാനം പ്രക്ഷോഭങ്ങൾ ഉയർന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളായിരുന്നു ഗുജറാത്ത് പ്രക്ഷോഭവും ബീഹാർ പ്രക്ഷോഭവും. ബീഹാർ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ജയപ്രകാശ് നാരായണനെ തങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു. പ്രക്ഷോഭം സംസ്ഥാനത്ത് മാത്രമായി പരിമിതപ്പെടുത്തില്ല എന്നുള്ള കരാറിലും ഒരിക്കലും അക്രമത്തിലേക്ക് തിരിയില്ല എന്ന ഉപാധിയിലും ജയപ്രകാശ് നാരായൺ ആ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നു. പിന്നീട് ജയപ്രകാശ് നാരായൺ ഇന്ത്യയിലെ ജനാധിപത്യ സംസ്ഥാപനത്തിന്റെ പ്രതീകമായി മാറുകയും JP മൂവ്മെന്റ് വളരെ നിർണായകമായി മാറുകയും ചെയ്തു. 1974 ദേശീയ റെയിൽവേ പണിമുടക്ക് മറ്റൊരു സമരമായിരുന്നു. സർവീസ് ആനുകൂല്യങ്ങൾ അവകാശപ്പെട്ടുകൊണ്ട് റെയിൽവേ തൊഴിലാളികൾ നടത്തിയ ആ സമരം ഗവൺമെന്റ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും ജനങ്ങളുടെ, തൊഴിലാളികളുടെ അവകാശങ്ങളെ ഒന്നിനെപ്പോലും അംഗീകരിക്കാതെ അത് പിൻവലിക്കപ്പെടുകയും ചെയ്തു. ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള അസംതൃപ്തി ഉണ്ടാക്കി. ഇക്കാലയളവിൽ ഗവൺമെന്റും ജുഡീഷ്യറിയും തമ്മിലും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. പാർലമെന്റിന്റെ അധികാരത്തെ സംബന്ധിച്ച് മൌലികാവകാശങ്ങൾ പരിമിതപ്പെടുത്തുവാൻ പാർലമെന്റിന് അധികാരമുണ്ടോ, സ്വത്തവകാശം ഒരു ഭേദഗതിയിലൂടെ പരിമിതപ്പെടുത്താൻ പാർലമെന്റ് അധികാരമുണ്ടോ എന്നീ വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റും ജുഡീഷ്യറിയും തമ്മിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു. നിർദ്ദേശക തത്വങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുവാൻ മൌലികാവകാശങ്ങളുടെ പ്രാധാന്യം പരിമിതപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് കൊണ്ടുവന്നൊരു ഭേദഗതിയെ കോടതി നിരാകരിച്ചതോടുകൂടി ഈ തർക്കം ഉച്ചസ്ഥായിലായി. ഈ തർക്കങ്ങൾ ഒടുവിൽ കലാശിച്ചത് കേശവാനന്ദ ഭാരതി കേസിലാണ്. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി അടിസ്ഥാന ഘടനാ സിദ്ധാന്തം മുന്നോട്ട് വച്ചു. ഇതുപ്രകാരം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു അടിസ്ഥാന ഘടനയുണ്ടെന്നും ആ അടിസ്ഥാന ഘടനയെ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമില്ലെന്നും ആ അടിസ്ഥാന ഘടന നിശ്ചയിക്കുവാനുള്ള അധികാരം സുപ്രീം കോടതിക്കാണ് എന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു. കേശവാനന്ദ ഭാരതി കേസിലെ വിധിയെ തുടർന്ന് ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വേക്കൻസി ഒഴിവ് വന്നപ്പോൾ ഗവൺമെന്റിന് ഇഷ്ടമല്ലാത്ത ഭൂരിപക്ഷ വിധി എഴുതിയ 3 ജഡ്ജിമാരുടെയും സീനിയോറിറ്റിയെ മറികടന്നുകൊണ്ട് ഗവൺമെന്റിന് താൽപര്യമുണ്ടായിരുന്ന ന്യൂനപക്ഷ വിധി എഴുതിയ റേയിയെ ചീഫ് ജസ്റ്റിസായി ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് നിയമിക്കുകയുണ്ടായി. 1975 ജൂൺ മാസം 12 അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിൻഹയുടെ വിധി ഇന്ദിരാഗാന്ധിയുടെ 1971 തെരഞ്ഞെടുപ്പിനെ അസാധുവാക്കി. അതുപ്രകാരം ഇന്ദിരാഗാന്ധി ഒരു MP അല്ലാതായി മാറി. പ്രധാനമന്ത്രിയെ തുടരണമെങ്കിൽ 6 മാസങ്ങൾക്കുള്ളിൽ വീണ്ടും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണം എന്നുള്ള അവസ്ഥ സംജാതമാക്കി. ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി താൽക്കാലികമായ സ്റ്റേ നൽകി. അതിൻ പ്രകാരം ഇന്ദിരാഗാന്ധിക്ക് MP ആയി തുടരാം, പക്ഷേ പാർലമെന്റിൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കപ്പെട്ടു. ഇക്കാലത്ത് രാജ്യത്താകമാനം ഗവൺമെന്റിനെ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ അഴിച്ചുവിട്ടു. രാംലീല മൈതാനിയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭത്തിന് ജയപ്രകാശ് നാരായൺ നേതൃത്വം നൽകി. ഗവൺമെന്റ് നിയമവിരുദ്ധമാണ് എന്നും അത്തരം ഗവൺമെന്റിന്റെ നിയമവിരുദ്ധമായ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിക്കുവാൻ ഉദ്യോഗസ്ഥരും പോലീസും സൈന്യമോ തയ്യാറാകരുത് എന്നും ജയപ്രകാശ് നാരായൺ ആഹ്വാനം ചെയ്തു. ഈ ഒരു നിർണായകമായ സാഹചര്യത്തോട്
1975 ജൂൺ മാസം 25 തീയതി അർദ്ധരാത്രിയിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയും ഗവൺമെന്റും പ്രതികരിച്ചത്. രാജ്യം ഗുരുതരമായ ആഭ്യന്തര പ്രശ്നങ്ങളിലാണ് എന്നും അടിയന്തരാവസ്ഥ അനിവാര്യമാണെന്നും ഗവൺമെന്റ് നിലപാടെടുക്കുകയും രാഷ്ട്രപതി ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ പ്രത്യേകം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സമരങ്ങൾ പൊടുന്നനെ നിലച്ചു, പ്രതിഷേധങ്ങൾ നിരോധിച്ചു, മൌലികാവകാശം സസ്പെൻഡ് ചെയ്യപ്പെട്ടു, പത്രസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു, പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തപ്പെട്ടു, പ്രിവന്റീവ് ഡിറ്റൻഷൻ അഥവാ കരുതൽ തടങ്കൽ നിയമപ്രകാരം വ്യാപകമായി പ്രതിപക്ഷ നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു. ഹേബിയസ് കോർപ്പസ് പോലും പൌരന്മാർക്ക് ലഭ്യമല്ലാതെയായി. അടിയന്തരാവസ്ഥയ്ക്കെതിരെ വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിന്റെ ഭാഗമായി അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച ചില വിവാദങ്ങൾ, കോൺട്രവേഴ്സീസും പ്രത്യേകം ശ്രദ്ധിക്കണം. അടിയന്തരാവസ്ഥ അനിവാര്യമായിരുന്നോ എന്ന ചോദ്യത്തെ സംബന്ധിച്ച് ഭരണപക്ഷവും അടിയന്തരാവസ്ഥയെ എതിർക്കുന്നവരും തമ്മിലുള്ള വാദഗതികളും, അടിയന്തരാവസ്ഥക്കാലത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രാജ്യത്ത് ക്രമസമാധാനം സ്ഥാപിക്കുവാനും ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധുക്കൾക്ക് അനുഗുണമായ ക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും അടിയന്തരാവസ്ഥ അക്കാലത്ത് അനിവാര്യമായിരുന്നു എന്നും പ്രതിപക്ഷത്തിന്റെ സമരങ്ങൾക്കൊരു പരിധി വേണമെന്നും ഗവൺമെന്റ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ പ്രതിപക്ഷ സമരങ്ങൾ മുന്നോട്ടു പോകാൻ പാടില്ല എന്നും ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചപ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കോ ക്രമസമാധാനത്തിനോ യാതൊരു ഭീഷണി ഉണ്ടായിരുന്നില്ല എന്നും പ്രതിപക്ഷ സമരങ്ങൾ പൊതുവെ സമാധാനപരമായിരുന്നുവെന്നും ഭീഷണി ഉണ്ടായത് ഭരണകക്ഷിക്കും ഭരണകക്ഷിയുടെ പ്രധാനമന്ത്രിക്കായിരുന്നുവെന്നും രാജ്യം ഗുരുതരമായ പ്രതിസന്ധി ഘട്ടങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ പ്രഖ്യാപിക്കുവാൻ ഭരണഘടന പ്രദാനം ചെയ്ത അടിയന്തരാവസ്ഥ വകുപ്പുകൾ ഒരു ഭരണാധികാരി സ്വന്തം അധികാരവും താൽപര്യവും സംരക്ഷിക്കുവാൻ ദുർവിനിയോഗം ചെയ്യുകയായിരുന്നുവെന്നും അടിയന്തരാവസ്ഥയുടെ വിമർശകർ വാദിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് ഗവൺമെന്റ് ചെയ്തതെല്ലാം നല്ല കാര്യങ്ങളാണ് എന്നും വികസന പ്രവർത്തനങ്ങൾ 20 പരിപാടികൾ ഉൾപ്പെടെ സാധാരണക്കാർക്ക് അനുഗുണമായ നിരവധി പദ്ധതികളാണ് ഗവൺമെന്റ് നടപ്പിലാക്കിയത് എന്നും രാജ്യത്ത് ക്രമസമാധാനവും ഗവൺമെന്റ് കാര്യക്ഷമതയും പുനഃസ്ഥാപിക്കുകയുമാണ് ചെയ്തത് എന്ന് ഭരണപക്ഷം നിലപാട് സ്വീകരിച്ചപ്പോൾ അടിയന്തരാവസ്ഥ കീഴിൽ അവകാശങ്ങൾ ചവിട്ടിമതിക്കപ്പെട്ടുവെന്നും ഗവൺമെന്റിൽ യാതൊരു പങ്കാളിത്തവുമില്ലാത്തവർ അധികാരം കൈയാളിയെന്നും നഗരം മോടിവൽക്കരിക്കുന്നതിന്റെ പേരിൽ ചേരികൾ ഇടിച്ചു നിരത്തി ആയിരക്കണക്കിന് ആൾക്കാരെ കുടിയൊഴിപ്പിച്ചുവെന്നും ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ തെറ്റായ ബോധത്തിൽ നിന്ന് നിർബന്ധിത വന്ധീകരണമടക്കമുള്ള കിരാതമായ പ്രവർത്തികൾ ഗവൺമെന്റ് നിർവഹിച്ചതും കസ്റ്റഡി മരണങ്ങളും ഒക്കെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. ലെസൺസ് ഓഫ് എമർജൻസി. അടിയന്തരാവസ്ഥ നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? അടിയന്തരാവസ്ഥ നൽകുന്ന പ്രധാനപ്പെട്ട 3 പാഠങ്ങൾ. 1, ഈ രാജ്യത്തു നിന്നും ജനാധിപത്യത്തെ തുടച്ചു നീക്കാൻ കഴിയില്ല എന്ന് അടിയന്തരാവസ്ഥ തെളിയിച്ചു. കാരണം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഈ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു. 2ാമത്തെ പാഠം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിലുണ്ടായിരുന്ന ചില അവ്യക്തതകൾ നീക്കം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ പ്രകാരം രാജ്യത്ത് സായുധമായ ഒരു കലാപം നടന്നാൽ മാത്രമേ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇപ്പോൾ കഴിയുകയുള്ളൂ. മാത്രമല്ല 1975 അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുമ്പോൾ അത് സ്വന്തം ക്യാബിനറ്റിലെ അംഗങ്ങൾ പോലും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ മന്ത്രിസഭ രേഖാമൂലം എഴുതി നൽകുന്ന നിർദ്ദേശപ്രകാരം മാത്രമേ രാഷ്ട്രപതി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പാടുള്ളൂ എന്ന് വ്യവസ്ഥ ചെയ്യപ്പെട്ടു. 3ാമതായി അടിയന്തരാവസ്ഥ ഏവരെയും പൗരാവകാശങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കി. ജുഡീഷ്യറിയും സന്നദ്ധ സംഘടനകളുമെല്ലാം തന്നെ പൗരാവകാശങ്ങളുടെ സംരക്ഷണത്തിൽ കൂടുതൽ ജാഗരൂകരാകുവാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഈ അധ്യായത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്നുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ഇലക്ഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി ഇന്ത്യയിൽ ലോക്സഭാ ഇലക്ഷനിൽ പരാജയപ്പെട്ടു. ആ ഇലക്ഷനിൽ രൂപീകരിക്കപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ ഒന്നുചേർന്ന് രൂപീകരിക്കപ്പെട്ട ജനതാ പാർട്ടി പാർലമെന്റിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടി. ഇന്ത്യയുടെ കോൺഗ്രസ് ഇതര ആദ്യ പ്രധാനമന്ത്രിയായി ശ്രീ മൊറാർജി ദേശായി മാറി.
എന്നാൽ മൊറാർജി ഗവൺമെന്റ് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചില്ല. ആ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കാതെ തകർന്നു വീണു. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ: ഒന്ന്, ഈ ഗവൺമെന്റിലെ പ്രബല നേതാക്കൾക്കിടയിലുണ്ടായിരുന്ന അധികാര തർക്കം, ജനതാ പാർട്ടിയെ രൂപീകരിക്കുവാൻ മുന്നിട്ടിറങ്ങിയ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ അതിന്റെ കെട്ടുറപ്പിനെ ബാധിച്ചു. ജനതാ പാർട്ടിക്ക് ഒരു പൊതുവായ പരിപാടി ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് നടപ്പിലാക്കിയതിൽ നിന്നും വിഭിന്നമായ വ്യത്യസ്തമായ ഒരു കർമ്മ പദ്ധതി ജനങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ ഈ ഗവൺമെന്റിന് സാധിച്ചില്ല. അഴിമതി പോലുള്ള സംഭവങ്ങളും ഈ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടായി. പ്രധാനമായും രാഷ്ട്രീയ അധികാരവും രാഷ്ട്രീയ ഭിന്നിപ്പും ജനതാ പാർട്ടിയുടെ പിളർപ്പിലേക്കും ഒടുവിൽ ഗവൺമെന്റിന്റെ തകർച്ചയിലേക്കും തന്നെയാണ് നയിച്ചത്. മൊറാർജി ദേശായി രാജിവെച്ചതിനു ശേഷം കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ചരൺ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. എന്നാൽ പാർലമെന്റിനെ അഭിമുഖീകരിക്കാൻ പോലും കഴിയാതെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. തുടർന്ന് 1980 നടന്ന ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഉജ്ജ്വലമായ വിജയം കൈവരിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചെത്തുകയുണ്ടായി. കലഹപ്രിയരും തമ്മിലടിക്കുന്നവരുമായ ഒരു ഗവൺമെന്റിന് ജനങ്ങൾ ഒരു കാരണവശാലും പിന്തുണ നൽകില്ല എന്ന് വ്യക്തമായൊരു പാഠം നൽകുന്നതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഫോക്കസ് ഏരിയയിലെ മറ്റൊരു പ്രധാനപ്പെട്ട അധ്യായമാണ് റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്സ്, ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഉദയം. 1980കളിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിലും ഇന്ത്യയിലെ വിവിധ സാമൂഹിക വിഭാഗങ്ങൾ കടുത്ത നിരാശയിൽ എത്തിച്ചേർന്നു. ജനകീയ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ രാഷ്ട്രീയ പാർട്ടിക്കോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനോ കഴിയുന്നില്ല എന്നുള്ള ഒരു വലിയ പരിദേവനമാണ് അവിടെ ഉണ്ടായത്. ഇതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിതഗന്ധിയായ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് നിരവധി ജനകീയ പ്രസ്ഥാനങ്ങൾ ഉദിക്കുകയുണ്ടായി. അവയെല്ലാം തന്നെ തങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിലേക്ക് ഗവൺമെന്റിന്റെ ശ്രദ്ധയെ ആകർഷിക്കുവാനും തങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഗവൺമെന്റിനെ കൊണ്ട് കൈക്കൊള്ളിക്കുവാനും രാഷ്ട്രീയ പാർട്ടികളിലൂടെ അല്ലാതെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്ന് വിശ്വസിച്ച ജനവിഭാഗത്തിന്റേതായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ചിപ്കോ പ്രസ്ഥാനം. ഉത്തരാഖണ്ഡിൽ വനത്തെയും വന ഉൽപ്പന്നത്തെയും ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ജനവിഭാഗത്തിന് ഒരിക്കൽ ആ വനം ഫോറസ്റ്റ് വകുപ്പ് അവിടുത്തെ ജനങ്ങൾക്ക് നിഷേധിക്കുകയും എന്നാൽ അതൊരു സ്പോർട്സ് കമ്പനിക്ക് വാണിജ്യ അടിസ്ഥാനത്തിൽ സ്പോർട്സ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനായി വിട്ടുകൊടുക്കുകയും ചെയ്തു. അതിനെതിരെ തങ്ങളുടെ ജീവിതോപാധി സംരക്ഷിക്കുവാനായ മരങ്ങൾ വെട്ടിമുറിക്കുന്നതിൽ നിന്ന് മരങ്ങളെ കെട്ടിപ്പുണർന്നുകൊണ്ട് ജനങ്ങൾ നടത്തിയ സമരമാണ് ചിപ്കോ പ്രസ്ഥാനം. ഒരു പ്രദേശത്തെ വിഭവങ്ങളിൽ അവിടുത്തെ പ്രാദേശിക സമുദായത്തിന് നിയന്ത്രണവും ഉടമസ്ഥതയും ഉണ്ടാകണമെന്ന് ആ സമരത്തിലൂടെ ജനങ്ങൾ ആവശ്യപ്പെട്ടു. പ്രകൃതി വിഭവങ്ങളെ പുറമേ നിന്നുള്ളവർക്ക് വാണിജ്യ താൽപര്യങ്ങൾക്ക് ചൂഷണത്തിന് വിട്ടുകൊടുക്കരുത് എന്ന് അവർ വാദിച്ചു. ഗ്രാമീണ ചെറിയ വ്യവസായങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ മെറ്റീരിയൽസ് ഗവൺമെന്റ് പ്രദാനം ചെയ്യണമെന്നും ഈ സമരക്കാർ ആവശ്യപ്പെട്ടു. പരിസ്ഥിതിയെ തകർക്കാതെ, മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാതെ പ്രദേശത്തിന്റെ വികസനം സാധ്യമാക്കണമെന്ന മുദ്രാവാക്യവും ചിപ്കോ മൂവ്മെന്റ് മുന്നോട്ട് വച്ചു. സ്ത്രീകളുടെ പങ്കാളിത്തം ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രത്യേകത ആയിരുന്നു. ദളിത് പാന്തേഴ്സ് 1972 മഹാരാഷ്ട്രയിൽ രൂപീകൃതമായ ദളിതരുടെ ഒരു പോരാട്ട സംഘടനയാണ് ദളിത് പാന്തേഴ്സ്. രാജ്യത്തിന്റെ ഭരണഘടന ദളിതർക്ക് വാഗ്ദാനം നൽകിയ സമത്വം, നീതി, നിയമസംരക്ഷണം, നിയമത്തിനുമുള്ള സമത്വം ഇവയൊന്നും തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പാലിക്കപ്പെട്ടില്ല. ദളിതർ തുടർന്നും നിരവധിയായ പീഡനങ്ങൾക്കും അടിച്ചമർത്തലുകളും വിധേയമായിക്കൊണ്ടേയിരുന്നു. അവരുടെ കുട്ടികൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു, അവരുടെ സ്ത്രീകൾ അവഗണിക്കപ്പെട്ടു, അവർ മാനഭംഗം ചെയ്യപ്പെട്ടു, അവർ അപമാനിക്കപ്പെട്ടു. ദളിതർ എല്ലായിടത്തും പീഡിപ്പിക്കപ്പെട്ടു. നിസ്സാരമായ ജാതി പ്രതീകമായ സംഭവങ്ങളിൽ പോലും ദളിത് വീടുകൾ അഗ്നിക്കിരയായി. ദളിത് വാസസ്ഥലങ്ങൾ ഗ്രാമങ്ങളിലെ മുഖ്യ ഇടങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. തങ്ങളെ സംരക്ഷിക്കുവാൻ നിയമത്തിന് കഴിയുന്നില്ല എന്നായപ്പോൾ
ദളിത് പാന്തേസ് എന്ന ശക്തമായ ഒരു കൂട്ടായ്മ ഒരുക്കിക്കൊണ്ട് ദളിത് അട്രോസിറ്റീസിനെതിരെ പോരാട്ടം ആരംഭിച്ചു. ദളിത് പാന്തേസിന്റെ പ്രധാനപ്പെട്ട പ്രത്യയശാസ്ത്ര അജണ്ടകൾ: 1. ജാതി സംവിധാനം തകർക്കുക. 2. ഭൂരഹിതരായ നിർധനരായ കർഷകർക്കും ഗ്രാമീണ തൊഴിലാളികൾക്കും ദളിതർക്കുമെല്ലാം അടങ്ങുന്ന മർദ്ദിത ജനവിഭാഗങ്ങൾക്ക് പൊതുവായ ഒരു സംഘടന രൂപീകരിക്കുക. തങ്ങളുടെ പ്രവർത്തന ഭാഗമായി ദളിത് പാന്തേസ് നിരവധിയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. സർഗസൃഷ്ടികളിലൂടെയും വിവിധ കലാരൂപങ്ങളിലൂടെയും ദളിത് വിഭാഗം തങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കെതിരെ ശക്തമായി പോരാടി. നിരവധി കൃതികൾ, കലാരൂപങ്ങൾ എന്നിവയെല്ലാം തന്നെ മറാത്തി സാഹിത്യ ലോകത്തെ തന്നെ വിറകൊള്ളിക്കുകയുണ്ടായി. ദളിത് രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച ഫലം നേടാൻ കഴിയായിരുന്നതും ദളിത് പാർട്ടികൾ നിരവധി പിളർപ്പുകൾക്കിടയാക്കിയതും ദളിത് പാന്തേസ് പോലുള്ള സംഘടനകൾ പോലും പിളർപ്പിലേക്ക് പോവുകയും അത് അപജയം സംഭവിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് ബാംസഭ പോലുള്ള സംഘടനകൾ ദളിത് പാന്തേസിന്റെ സ്ഥാനത്തേക്ക് കടന്നുവരികയും ചെയ്തു. ഭാരതീയ കിസാൻ യൂണിയൻ 1960കളിലെ ഹരിത വിപ്ലവത്തിന് നേട്ടമുണ്ടായത് ചില മേഖലയിലെ സമ്പന്ന കർഷകർക്കായിരുന്നു. എന്നാൽ അവർ പോലും ഗവൺമെന്റ് നടപടികളിൽ നിരാശരാകുകയാണുണ്ടായത്. ഭാരതീയ കിസാൻ യൂണിയൻ നിത്യ ജീവിത മാർഗത്തിനായി കൃഷിയെ ആശ്രയിച്ചിരുന്ന സാധാരണക്കാരായ കർഷകന്റെ പ്രസ്ഥാനമായിരുന്നില്ല. മറിച്ച് നാണ്യവിളകൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന സമ്പന്ന കർഷകന്റെ പ്രസ്ഥാനമായിരുന്നു ഭാരതീയ കിസാൻ യൂണിയൻ. ഭാരതീയ കിസാൻ യൂണിയൻ അവരുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ ജാതി പഞ്ചായത്തുകളെയും ഗോത്ര ബന്ധങ്ങളെയും ഉപയോഗിച്ചിരുന്നു. പണസമാഹരണം നടത്തുവാനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും ജാതി വർഗ ബന്ധങ്ങൾ ഉപയോഗിച്ചതും ഇവർക്ക് ഇവരുടെ പ്രക്ഷോഭങ്ങളിൽ വലിയ അളവിൽ ജനങ്ങളെ പങ്കെടുപ്പിക്കുവാനും സഹായകരമായി. നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മത്സ്യബന്ധന സമൂഹമാണ് ഇന്ത്യയിലുള്ളത്. മത്സ്യബന്ധന തൊഴിലാളികൾ നമ്മുടെ രാജ്യം ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ ബോട്ടുകൾക്കടക്കം അനുമതി കൊടുത്തോടുകൂടി ജീവിതം തന്നെ പ്രതിസന്ധിയിലായി. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ദേശവ്യാപകമായി ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ ഒരു നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ലാഭേച്ഛയ്ക്ക് വേണ്ടിയല്ല പ്രവർത്തിച്ചത്, മറിച്ച് അവരുടെ ജീവിതവൃത്തി അപകടത്തിലാകുന്ന ഗവൺമെന്റ് തീരുമാനങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്നത്. ആന്റി അരാഖ് മൂവ്മെന്റ്, ചാരായ വിരുദ്ധ പ്രസ്ഥാനം. ആന്ധ്രാപ്രദേശിലെ ഉൾഗ്രാമങ്ങളിൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയും കുടുംബ സമ്പദ് വ്യവസ്ഥയെയും ജീവിത ബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും ശിഥിലമാക്കിയ ചാരായത്തിന്റെ വ്യാപനത്തിനെതിരെ സ്ത്രീകൾ രംഗത്തു വന്ന ഐതിഹാസികമായ ഒരു സമരമായിരുന്നു ആന്റി അരാഖ് പ്രസ്ഥാനം. ചാരായം നിരോധിക്കുക എന്ന കേവല മുദ്രാവാക്യത്തിൽ നിന്ന് ആന്റി അരാഖ് മൂവ്മെന്റ് പിൽക്കാലത്ത് വനിതാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറി. സ്ത്രീ സമൂഹം അവരുടെ സ്വകാര്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും അഭിമുഖീകരിക്കുന്ന സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ളൊരു വേദിയായി ചാരായവിരുദ്ധ പ്രസ്ഥാനം മാറി. ഗാർഹിക പീഡനം, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനങ്ങൾ, പരാതികൾ, ലിംഗസമത്വത്തിൽ അധിഷ്ഠിതമായ നിയമങ്ങളുടെ ആവശ്യകത എന്നിവയെല്ലാം ഈ വേദിയിലൂടെ ഇവർ ഉയർത്തി. ഒടുവിൽ ഇന്ത്യയിലെ പാർലമെന്റിലും നിയമനിർമ്മാണ സഭകളിലും സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. 73-74 പഞ്ചായത്തി രാജ്, മുനിസിപ്പാലിറ്റി ഭരണഘടനാ ഭേദഗതികളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 1/3 സീറ്റ് സംവരണം അനുവദിക്കുമ്പോൾ അതിനു പിന്നിൽ ഇത്തരം സമരങ്ങൾക്ക് കൂടി വലിയ ഒരു സ്വാധീനമുണ്ട് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ താഴ്വരയിൽ നർമ്മദ നദിയിലും അതിന്റെ പോഷക നദികളിലുമായി നിർമ്മിക്കുവാനായി സർക്കാർ മുന്നോട്ട് വെച്ച സർദാർ സരോവർ പ്രോജക്ട്, നർമ്മദ സാഗർ പ്രോജക്ട് എന്നീ വൻകിട പദ്ധതികൾ ജനജീവിതത്തിനും പരിസ്ഥിതിക്കുമുണ്ടാക്കുന്ന ആഘാതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുണ്ടായ പ്രക്ഷോഭമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. വൻകിട ഡാമുകൾ നിർമ്മിക്കപ്പെടുമ്പോൾ
അതിലൂടെ ഡിസ്പ്ലേസ്മെന്റിന് വിധേയമാകുന്ന ജനങ്ങളുടെ പ്രോപ്പർ റീഹാബിലിറ്റേഷനാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വച്ചത്. കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങളുടെ നീതിയുക്തമായ പുനരധിവാസം ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്ന നർമ്മദ ബച്ചാവോ ആന്തോളൻ പിൽക്കാലത്ത് അതിന്റെ അജണ്ട വിപുലപ്പെടുത്തി. ചിപ്കോ പ്രസ്ഥാനം ഉന്നയിച്ചതുപോലെ തന്നെ പാരിസ്ഥിതിക വിഭവങ്ങളുടെ നിയന്ത്രണ അവകാശം പ്രാദേശിക സമുദായങ്ങൾക്ക് നൽകണമെന്നും അത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുതെന്നും ഈ പ്രസ്ഥാനം ആവശ്യപ്പെട്ടു. നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത് വൻകിട പദ്ധതികൾ രാജ്യം തീരുമാനിക്കുമ്പോൾ ആ പദ്ധതികളിൽ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ജനങ്ങൾക്ക് കൂടി അതിന്റെ തീരുമാനമെടുക്കലിൽ പങ്കാളിത്തം വേണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്. എന്നാൽ നർമ്മദ ബച്ചാവോ ആന്തോളൻ ഡാം നിർമ്മാണത്തെ തന്നെ പൂർണ്ണമായി നിരാകരിക്കുന്ന നിലപാടിലേക്ക് പോയപ്പോൾ അവർക്ക് നിശിതമായ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഡാമിന്റെ നിർമ്മാണം കുടിവെള്ള ലഭ്യതയ്ക്കും ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും അതുപോലെ കാർഷിക ഉൽപാദന വർധനവിനും കാരണമാകും എന്നുള്ളതിനാൽ തന്നെ അതിന്റെ ബെനിഫിറ്റ് കിട്ടുമായിരുന്ന സംസ്ഥാനങ്ങൾ നർമ്മദ ബച്ചാവോ ആന്തോളന് എതിരായി മാറുകയും ഈ പ്രസ്ഥാനത്തിന് പ്രതിപക്ഷ പാർട്ടികളടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ നഷ്ടമാവുകയും ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനകീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ഒരു അകൽച്ചയുടെ ഏറ്റവും മികച്ച ഉദാഹരണം കൂടിയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. മൂവ്മെന്റ് ഫോർ റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശ നിയമത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം. രാജസ്ഥാനിലെ ഭിം തെഹ്സിൽ എന്ന ഗ്രാമത്തിലെ മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന പ്രസ്ഥാനം ആ ഗ്രാമത്തിൽ ക്ഷാമ പരിഹാര പ്രവർത്തന ഭാഗമായി സർക്കാർ നിർമ്മിച്ച സ്കൂളുകൾ, ഡിസ്പെൻസറികൾ, സ്മാൾ ഡാംസ്, കമ്മ്യൂണിറ്റി സെന്റേഴ്സ് എന്നിവയുടെ ചെലവ് കണക്കുകളും അതിലേക്ക് വിനിയോഗിക്കപ്പെട്ട തൊഴിലാളികളുടെ കണക്കുകളുമെല്ലാം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് അറിയാനുള്ള ജനങ്ങളുടെ അവകാശം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരികയുണ്ടായി. ഈ പ്രസ്ഥാനമാണ് പിൽക്കാലത്ത് 2005 ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന്റെ രൂപീകരണത്തിന് പോലും കാരണമായി തീർന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ യൂണിറ്റിൽ നിന്നും അവസാനമായി ജനകീയ പ്രസ്ഥാനം നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? രാഷ്ട്രീയ പാർട്ടികൾ ജനകീയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനും അഭിസംബോധന ചെയ്യുവാനും പരാജയപ്പെടുന്നിടത്താണ് ജനകീയ പ്രസ്ഥാനങ്ങൾ ആവിർഭവിച്ചത്. ഇവർ പ്രത്യക്ഷ ജനകീയ പങ്കാളിത്തത്തിന്റെ ഒരു പുതിയ മാതൃക തീർക്കുകയായിരുന്നു. പുതിയ സമരരീതികൾ, പ്രത്യക്ഷമായ ജനകീയ പങ്കാളിത്തത്തിലൂടെ ഗവൺമെന്റിനെ സ്വാധീനിക്കുവാനും തങ്ങളിലേക്ക് ഗവൺമെന്റിനെ എത്തിക്കുവാനും സാധിക്കുമെന്ന് ഈ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും നമ്മുടെ കക്ഷി രാഷ്ട്രീയ സംവിധാനവും എത്രത്തോളം ജനകീയമാകണം, എത്രത്തോളം ജനജീവിത ബന്ധിയാകണം എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച പാഠമാണ് ജനകീയ പ്രസ്ഥാനങ്ങൾ നമുക്ക് നൽകുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. അനദർ യൂണിറ്റ് ഇൻ അവർ ഫോക്കസ് ഏരിയ ഈസ് ദ റീജിയണൽ ആസ്പിറേഷൻസ്, പ്രാദേശിക അഭിലാഷങ്ങൾ അഥവാ പ്രാദേശിക ഉൾക്കർഷേച്ഛകൾ. ഡിയർ സ്റ്റുഡൻസ്, India is a vast and plural country. There are a lot of diversities. ഈ വൈവിധ്യങ്ങൾ തീർച്ചയായും പ്രാദേശികമായ അഭിലാഷങ്ങളിലേക്ക് നയിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും തന്നെ വേണ്ട. പ്രാദേശികമായ അഭിലാഷങ്ങളോട് ഇന്ത്യ ഗവൺമെന്റ് സമീപനം എന്താണ്? India government's approach to regional aspiration is different from the approach of the European governments, and we have a democratic approach towards them. Indian democracy allows the people to express their regional aspirations and identities politically. It also allows the political parties to address the people on the basis of their regional aspirations and identities and various issues. And these regional aspirations will be given proper attention in the decision-making process. ഇതെല്ലാം തന്നെ ഇന്ത്യയിൽ പ്രാദേശികമായ അഭിലാഷങ്ങൾ വളരുവാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നും നമുക്ക് പറയാം. 1980കളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രാദേശിക ഉൾക്കർഷേച്ഛകൾ ശക്തമായി. ഈ അധ്യായത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒന്ന് ജമ്മു ആൻഡ് കാശ്മീർ. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണിത്. നമുക്കറിയാം,
സ്വാതന്ത്ര്യത്തിനു ശേഷം ജമ്മു കാശ്മീർ സ്വതന്ത്രമായി നിൽക്കുവാനാണ് ആഗ്രഹിച്ചത്. രാജാ ഹരിസിംഗ് ആ നിലപാട് സ്വീകരിച്ചപ്പോൾ ജമ്മു കാശ്മീർ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതിനാൽ ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ പാകിസ്ഥാൻ എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. ബട്ട് ദ കാശ്മീരീസ് കൺസിഡർഡ് ദംസെൽസ് ആസ് കാശ്മീരീസ്. അവർ അവരുടെ കാശ്മീരികൾ എന്ന ഒരു പ്രത്യേകമായ സ്വത്വത്തിന്റെ ഉടമകളായി, പിൻപറ്റുകാരായാണ് അവർ അവരെ കണ്ടത്. ഇൻ 1948 പാകിസ്ഥാൻ അറ്റാക്ക്ഡ് കാശ്മീർ ബൈ യൂസിംഗ് ഇൻട്രൂഡേഴ്സ് ആൻഡ് ട്രൈബൽസ്. രാജാ ഹരിസിംഗ് അപ്രോച്ച്ഡ് ഇന്ത്യ ഫോർ ഇറ്റ്സ് അസിസ്റ്റൻസ്. കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കാൻ തയ്യാറാണ് എന്ന വ്യവസ്ഥമേൽ ഇന്ത്യ കാശ്മീരിനെ സഹായിച്ചു. നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തി. പ്രത്യേകമായ ഭരണഘടനാ സ്റ്റാറ്റസോടുകൂടി ആർട്ടിക്കിൾ 370 എന്ന വകുപ്പിലൂടെ കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ സംഘർഷ അവസ്ഥകൾ മാറി ക്രമസമാധാനം സ്ഥാപിക്കപ്പെട്ടതിനു ശേഷം കാശ്മീർ ഇന്ത്യയിൽ ചേരുവാനുള്ള തീരുമാനത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ അഭിലാഷം തേടുമെന്ന ഇന്ത്യൻ വാഗ്ദാനം പിൽക്കാലത്ത് പാലിക്കപ്പെട്ടില്ല. കാശ്മീരിനെ സംബന്ധിച്ച തർക്കങ്ങൾ രണ്ട് തലങ്ങളുണ്ട് പ്രധാനമായും. ഒന്ന് ബാഹ്യതലം, മറ്റൊന്ന് ആന്തരിക തലം. ഇറ്റ് ഈസ് എ മേജർ ഇഷ്യൂ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലെ ഒരു തർക്കമായി ഇത് മാറുമ്പോൾ അത് ഒരു എക്സ്റ്റേണൽ ഡയമെൻഷനായി മാറുന്നു. എന്നാൽ ദ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഓഫ് കാശ്മീർ ആൻഡ് ആർട്ടിക്കിൾ 370 മേക്സ് ഇറ്റ് എ പ്രോബ്ലം വിത്തിൻ ദ ഇന്ത്യൻ യൂണിയൻ. കാശ്മീരിന് പ്രത്യേകമായ പദവി കൊടുത്തിരിക്കുന്നത് കാശ്മീരിനെ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ ഇന്ത്യയിൽ ലയിക്കുവാൻ തടസ്സമാകുന്നു എന്ന നിലപാടാണ് മറ്റു സംസ്ഥാനങ്ങൾ സ്വീകരിക്കുന്നത്. അതിനാൽ കാശ്മീരിന്റെ പ്രത്യേക സ്റ്റാറ്റസ് എടുത്തുകളയണമെന്ന നിലപാട് അവർ മുന്നോട്ട് വെക്കുന്നു. എന്നാൽ കാശ്മീരികൾ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് നൽകിയ സ്വയംഭരണം അപര്യാപ്തമാണ് എന്നും അത് കാലങ്ങളായി അപജയം സംഭവിച്ചിരിക്കുന്നു എന്നും കൂടുതൽ സ്വയംഭരണം നൽകണമെന്നും അവർ വാദിക്കുന്നു. കാശ്മീർ ജനതയിൽ പ്രധാനമായും 3 തരം ജനങ്ങളെ നമുക്ക് കാണാം. ഒരു വിഭാഗം കാശ്മീരിനെ ഇന്ത്യയിൽ പൂർണ്ണമായി ലയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മറ്റൊരു വിഭാഗം കാശ്മീരിനെ പാകിസ്ഥാൻ ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മറ്റൊരു വിഭാഗം കൂടുതൽ സ്വയംഭരണത്തോടുകൂടി, കൂടുതൽ സ്വയംഭരണ അവകാശത്തോടുകൂടി ഇന്ത്യയുടെ ഭാഗമായി കാശ്മീർ തുടരണമെന്നും വാദിക്കുന്നു. കാശ്മീരിൽ 1948 രൂപീകൃതമായ ഗവൺമെന്റുകൾ എടുത്ത നിലപാടുകളും അതിന്മേൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടുകളുമെല്ലാം തന്നെ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കാശ്മീർ പുനഃസംഘടനാ നിയമത്തിലൂടെ കാശ്മീരിന്റെ സംസ്ഥാന പദവി കേന്ദ്ര ഗവൺമെന്റ് റദ്ദാക്കുകയും കാശ്മീരിനെ ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് പഞ്ചാബ് ക്രൈസിസ്. പഞ്ചാബി സംസാരിക്കുന്നവർക്കായി പഞ്ചാബ് എന്നൊരു പ്രത്യേക സംസ്ഥാനം രൂപീകൃതമായി. സിഖുകാർക്ക്, അവരുടെ പ്രസ്ഥാനമായ അകാലികൾക്ക് ആ പഞ്ചാബിൽ അവർ ഉദ്ദേശിച്ച രാഷ്ട്രീയ നേട്ടം കരസ്ഥമാക്കാൻ സാധിച്ചില്ല. അത് അകാലിദളിനെ കമ്മ്യൂണൽ സെന്റിമെന്റ്സിന്റെ പ്രയോഗത്തിലേക്ക് നയിക്കുന്നു. ഒരു ഘട്ടത്തിൽ അനന്തപൂർ സാഹിബ് റെസല്യൂഷൻ പഞ്ചാബ് സിഖുകാരുടെ ബോൽബലയും അവരുടെ കോമും സ്ഥാപിക്കണമെന്ന മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നു. ഒരർത്ഥത്തിൽ സിഖുകാർക്ക് ഒരു പ്രത്യേകമായ രാഷ്ട്രം, ഖാലിസ്ഥാൻ എന്ന വാദഗതി പോലും ഇതിൽ ഉന്നയിക്കപ്പെടുന്നു. അകാലികളുടെ നേതൃത്വം മിതവാദികളിൽ നിന്ന് തീവ്രവാദികളിലേക്ക് എത്തിപ്പെട്ടപ്പോൾ അത് വലിയ അളവിൽ ഇൻസർജൻസിയിലേക്ക് മാറുകയാണ്. സിഖ് ഹോളി ഷ്രൈനായ ഗോൾഡൻ ടെമ്പിൾ മിലിറ്റന്റ് ഗ്രൂപ്പ്സ് അവരുടെ താവളമാക്കി മാറ്റുന്നു. ഒടുവിൽ ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് അവിടെ സൈനിക നടപടിക്ക് തീരുമാനമെടുക്കുന്നു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ സിഖ് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഗവൺമെന്റ് ഇല്ലായ്മ ചെയ്യുന്നു. എന്നാൽ സുവർണക്ഷേത്രത്തിലെ സൈനിക നടപടി സിഖുകാരുടെ മതവികാരങ്ങൾ വ്രണപ്പെടുത്തി. ഇതിന് തുടർച്ചയായി ഇന്ദിരാഗാന്ധി അവരുടെ അംഗരക്ഷകരായ 2 സിഖുകാരാൽ വെടിയേറ്റ് വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് രാജ്യത്തെങ്ങും തന്നെ സിഖുകാർക്കെതിരെ വൻ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ആയിരക്കണക്കിന് സിഖുകാർ കൊല ചെയ്യപ്പെട്ടു. ഇന്ദിരാഗാന്ധിക്ക് ശേഷം, ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം അധികാരത്തിലെത്തിയ രാജീവ് ഗാന്ധി സിഖ് മിതവാദി നേതാക്കളുമായി അനുരഞ്ജന ചർച്ചകൾ നടത്തി. പഞ്ചാബ് അക്കോർഡ് ഒപ്പുവയ്ക്കപ്പെട്ടു. അതിലൂടെ പഞ്ചാബ്
സമാധാനത്തിന്റെ പാതയിലേക്ക് തിരികെ വരികയുമുണ്ടായി. ദ്രവിഡിയൻ മൂവ്മെന്റ്, ദ്രാവിഡ പ്രസ്ഥാനം, വടക്കേ ഇന്ത്യയുടെ സാംസ്കാരിക സാമ്പത്തിക അധീശത്വത്തിനെതിരായും ബ്രാഹ്മണിക്കൽ മേധാവിത്വത്തിനെതിരായും ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയെ അംഗീകരിക്കാനുള്ള തീരുമാനത്തിനുമൊക്കെ എതിരായി നിലപാടുകൾ സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ് ദ്രവിഡിയൻ മൂവ്മെന്റ്. ഒരു ഘട്ടത്തിൽ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദ്രാവിഡസ്ഥാൻ എന്നൊരു ആശയം പോലും മുന്നോട്ട് വയ്ക്കപ്പെട്ടു. എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കാതായപ്പോൾ ഈ പ്രസ്ഥാനം തമിഴ്നാട്ടിലേക്ക് മാത്രം ഒതുങ്ങി. ഇ വി രാമസ്വാമി നായ്ക്കറായിരുന്നു ഇതിന്റെ സ്ഥാപകൻ. പിൽക്കാലത്ത് തന്റെ രാഷ്ട്രീയ രൂപമായി DMK, ദ്രാവിഡ മുന്നേറ്റ കഴകം മാറി. കല്ലാക്കുടി റെയിൽവേ സ്റ്റേഷന് അതിന്റെ പഴയ നാമം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ടായ സമരവും, തമിഴ് പാഠ്യപദ്ധതിയിൽ തമിഴ് കൾച്ചറൽ ഹിസ്റ്ററിക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ടുണ്ടായ പ്രക്ഷോഭവും, തമിഴ് കരകൌശല വിദ്യാഭ്യാസത്തിന്റെ ബ്രാഹ്മണിക്കൽ ഔട്ട്ലുക്കിനെതിരായ പ്രക്ഷോഭവും ഒക്കെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് വ്യക്തമായ രാഷ്ട്രീയ പ്രവേശനം നൽകി. ഏറ്റവും പ്രധാനമായി ആന്റി ഹിന്ദി അജിറ്റേഷനിലൂടെ DMK തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ ശക്തിയായി മാറുകയും ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടി ഒറ്റയ്ക്ക് ഒരു സംസ്ഥാനത്ത് കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി DMK മാറുകയും ചെയ്തു. DMK പിൽക്കാലത്ത് ഒരുപാട് പിളർപ്പിലേക്ക് പോയി. എന്നിരുന്നാലും ഇപ്പോഴും പ്രാദേശികാഭിമാനം, റീജിയണൽ പ്രൈഡ് എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും സജീവമാണ്. ദ നോർത്ത് ഈസ്റ്റ്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ. The northeast region is a landlocked region. It is an isolated one. It has a complex social character, and it is peculiar in its economic backwardness, and it shares boundaries with other nations than any other region of India. It has comparatively a weak communication system with the rest of India, and its politics also remained insulated. സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയത്തെ നിശ്ചയിക്കുന്ന പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, ഡിമാൻഡ് ഫോർ ഓട്ടോണമി, സ്വയംഭരണത്തിന് വേണ്ടിയുള്ള ആവശ്യകതകൾ. 2, സെസഷനിസ്റ്റ് മൂവ്മെന്റ്, വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. 3, ഒപ്പോസിഷൻ ടു ഔട്ട്സൈഡേഴ്സ്, പുറമേ നിന്നുള്ളവർക്കെതിരായ എതിർപ്പ്. ഡ്യൂറിംഗ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്, ദ എൻറ്റയർ റീജിയൻ എക്സെപ്റ്റ് മണിപ്പൂർ, ത്രിപുര were part of the state of Assam. And when Assam government tried to impose Assamese language upon everyone, they raised the demand for separate state. ആസാമി ഭാഷ മറ്റുള്ള ജനവിഭാഗങ്ങൾക്ക് മുകളിൽ ഇമ്പോസ് ചെയ്യാൻ ആസാമീസ് ഗവൺമെന്റ് തീരുമാനമെടുത്തപ്പോഴാണ് വിവിധ വിഭാഗങ്ങൾ പ്രത്യേക സംസ്ഥാനമെന്ന ആവശ്യമുന്നയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഓൾ പാർട്ടി ഹിൽ ലീഡേഴ്സ് കോൺഫറൻസ്. They began to demand separate a tribal state. And finally, instead of one tribal state, several states were created and carved out of Assam. Secessionist movement, വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. തങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാഗമല്ല എന്നും വാദിച്ച മിസോ കുന്നുകളിലെ ജനവിഭാഗം ഇന്ത്യൻ യൂണിയനിൽ വിട്ടുപോയി പ്രത്യേക രാജ്യം സ്ഥാപിക്കുവാനായി മുന്നോട്ട് വരുന്നു. അതിന്റെ ഭാഗമായി മിസോ നാഷണൽ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ലാൽ ഡെങ്കയുടെ ലീഡർഷിപ്പിന് കീഴിൽ അവർ രൂക്ഷമായ പോരാട്ടം നയിക്കുന്നു. ദീർഘനാളത്തെ പോരാട്ടത്തിന് ശേഷമാണ് മിസോറാമിന് പ്രത്യേക സംസ്ഥാന പദവി അനുവദിച്ചുകൊണ്ട് മിസോറാമിലെ പ്രശ്നങ്ങളെ ഇന്ത്യ അനുരഞ്ജനങ്ങളിലൂടെ പരിഹരിച്ചത്. അനദർ സെസഷനിസ്റ്റ് മൂവ്മെന്റ് വാസ് ഫ്രം ദ പാർട്ട് ഓഫ് നാഗാസ് ആൻഡ് ദേ ഡിക്ലെയർഡ് ഇൻഡിപെൻഡൻസ് ഇൻ 1951. ഇന്ത്യയിൽ നിന്ന് നാഗന്മാർ 1951 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അങ്കാമി സഫു പിസോയുടെ നേതൃത്വത്തിൽ നാഗന്മാർ ഉണ്ടാക്കിയ വിഘടനവാദ പ്രസ്ഥാനം നമുക്ക് വലിയ തലവേദനയായി മാറി.
ഒടുവിൽ നാഗ മിതവാദികളുമായി ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ അനുദിന ശ്രമങ്ങളുടെ ഭാഗമായി ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. എന്നാലും എക്സ്ട്രീമിസ്റ്റുകൾ അതിനോട് പൂർണ്ണമായി ഇന്നും പൊരുത്തപ്പെട്ടിട്ടില്ല. തേർഡ് വൺ ഈസ് മൂവ്മെന്റ് അഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടത്തേക്ക് കുടിയേറുന്ന ആൾക്കാരും അതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവിടത്തേക്ക് എത്തിപ്പെടുന്ന ജനങ്ങളും. ബംഗ്ലാദേശിൽ നിന്ന് നിരവധി ആളുകൾ തങ്ങളുടെ പ്രദേശത്തേക്ക് കടന്നുകൂടിയിട്ടുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. ഇതവർക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നു. അവരുടെ പരിമിതമായ വിഭവങ്ങൾ അവർക്ക് കൂടി പങ്കുവയ്ക്കേണ്ടി വരുന്നു. their employment opportunities and these outsiders are becoming competitors for political power. ഇവരൊക്കെ വോട്ടർ ലിസ്റ്റിൽ പേര് നേടിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ അധികാരം പോലും അവർ കൈയടക്കുമെന്ന അവസ്ഥയും അവിടെ ഉണ്ടായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഔട്ട്സൈഡേഴ്സിനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 1979 മുതൽ 1985 വരെ ആസാം മൂവ്മെന്റ് സജീവമായത്. ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ നേതൃത്വം നൽകിയ ഈ സമരത്തിന് എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ ഉണ്ടായിരുന്നു. ഒടുവിൽ 1971 ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം ആസാമിലേക്ക് കുടിയേറിയ എല്ലാ ആൾക്കാരെയും കണ്ടെത്തി തിരിച്ചയക്കാമെന്ന ഗവൺമെന്റ് ഉറപ്പിൻ കീഴിൽ ആ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു. സമരത്തിന് നേതൃത്വം കൊടുത്ത അസം ഗണ സംഗ്രാം പരിഷത്തും AASCയും അസം ഗണ പരിഷത്ത് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ഒരു ഗോൾഡൻ ആസാം സൃഷ്ടിക്കാമെന്ന വാഗ്ദാനത്തിൽ അധികാരത്തിലെത്തുകയും ചെയ്തു. ആസാം ഇന്ന് ഇന്ത്യയിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും സമാധാനം നിറഞ്ഞ വികസനം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഈ യൂണിറ്റിലെ അവസാനത്തെ ഭാഗം ലെസൺസ് ഫ്രം റീജിയണൽ ആസ്പിറേഷൻസ്. പ്രധാനമായും 5 പാഠങ്ങളാണ് ഈ പ്രാദേശിക ഉൾക്കർഷേച്ഛകൾ നൽകുന്നത്. അതിൽ ഒന്ന്, റീജിയണൽ ആസ്പിറേഷൻസ് ആർ വെരി മച്ച് എ പാർട്ട് ഓഫ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ വിശാലവും വൈവിധ്യപൂർണവുമായ ഒരു രാജ്യത്ത് പ്രാദേശികാഭിലാഷങ്ങൾ സ്വാഭാവികമാണ്. സെക്കൻഡ് ലെസൺ ഈസ് ദാറ്റ് the best way to respond to these regional aspirations is democratic discussions and negotiations than use of force. And the third lesson is the significance of sharing of power. Power should be distributed to all regions and all sections, and all regions and all sections should be given their representation, the decision making also. Fourth lesson is that there should be equal economic development in all areas and among all sections. If there is uneven development and unequal development, that will create a lot of problems. There will be migration from the less developed areas to the more developed areas. That will create more issues. And finally, these regional aspirations enable us to appreciate the farsightedness of the makers of the Indian Constitution. It was by using the special provisions provided in the Constitution under Article 370, Article 371, and some special provisions in the federal provisions that the government tackled different regional aspirations that rise in different parts of our country. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. Dear students, the last unit in our focus area is the end of bipolarity. In this chapter, we have to analyze what was the Soviet system, what were the factors that led to the disintegration of Soviet system, what were the consequences of disintegration of Soviet system, what was shock therapy, what were the consequences of shock therapy, and what is the relationship between India and Russia. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി എന്ന അധ്യായം പഠിക്കാൻ ആരംഭിക്കും മുമ്പ് നിങ്ങൾ ദ കോൾഡ് വാർ ഈറ എന്ന ഒന്നാമത്തെ അധ്യായം ഒന്ന് വായിക്കേണ്ടതാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകം അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും കീഴിൽ 2 ശാക്തിക ചേരികളായി മാറി. ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും സോഷ്യലിസ്റ്റ് ബ്ലോക്കും. അതിൽ ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ ഓർഗനൈസേഷന്റെയും ഇക്കണോമിക് ഓർഗനൈസേഷന്റെ മാതൃക മുതലാളിത്തമാണ് എന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നിലപാട് സ്വീകരിച്ചപ്പോൾ
അതല്ല സോഷ്യലിസമാണ് എന്ന നിലപാടാണ് സോവിയറ്റ് യൂണിയൻ പ്രചരിപ്പിച്ചത്. സോവിയറ്റ് യൂണിയൻ എന്തായിരുന്നു? ഇതാണ് ഈ അധ്യായത്തിൽ ആദ്യമായി ചർച്ച ചെയ്യേണ്ടത്. സോഷ്യലിസ്റ്റ് സിസ്റ്റം വാസ് ദ ബിഗ്ഗസ്റ്റ് അറ്റംപ്റ്റ് ടു അബോളിഷ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ടു ലെയ്ഡ് ദ ബേസ് ഓഫ് ആൻ ഈഗാലിറ്റേറിയൻ സൊസൈറ്റി. The makers of the socialist system gave importance and predominance to state and the party. സോവിയറ്റ് സിസ്റ്റത്തിൽ everything was controlled by the party and there was one party system. That means only one political party was allowed, no other political party was allowed to exist. സമത്വാധിഷ്ഠിതമായ സമൂഹം രൂപപ്പെടുത്തുവാനുള്ള മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശ്രമമായിരുന്നു സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയനിലെ എല്ലാം തന്നെ രാഷ്ട്ര നിയന്ത്രിതമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഈസ്റ്റ് യൂറോപ്പിലെ രാജ്യങ്ങൾ തങ്ങളെ ഫാഷിസ്റ്റ് ഭരണത്തിന് കീഴിൽ നിന്ന് രക്ഷിച്ച സോവിയറ്റ് യൂണിയന്റെ ഒപ്പം ചേരുകയും അവയെല്ലാം തന്നെ അവയുടെ സാമ്പത്തിക രാഷ്ട്രീയ മാതൃകയാക്കി സോഷ്യലിസ്റ്റ് വ്യവസ്ഥയെ സ്വീകരിക്കുകയും ചെയ്തു. ഈ രാജ്യങ്ങളും സോവിയറ്റ് യൂണിയനും ചേരുന്നതാണ് സോവിയറ്റ് ബ്ലോക്ക് അഥവാ സെക്കൻഡ് വേൾഡ്. Soviet system was a peculiar one in several respects. First of all, private property was abolished. സ്വകാര്യ സ്വത്ത് അവിടെ അനുവദിക്കപ്പെട്ടിരുന്നില്ല. Every productive asset was owned and controlled by the state. എല്ലാ ഉൽപാദക ഘടകങ്ങളും രാഷ്ട്ര നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. Everything was controlled by the party and the state. The economy was developed. There was a large consumer industry. Machinery production was there. They could produce a Pinto motor car. Then it had a comprehensive and complex transporting system. The state ensured a minimum standard of living to all citizens. It subsidized basic necessities including health, education, child care and other welfare schemes. There was collective farming. There was no unemployment. തൊഴിലില്ലായ്മ ഉണ്ടായിരുന്നില്ല. കൂട്ടുകൃഷിയായിരുന്നു. ക്ഷേമപ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഗവൺമെന്റ് സബ്സിഡി നൽകിയിരുന്നു. അത്തരത്തിൽ വളരെ ഈഗാലിറ്റേറിയനായ ഒരു സമൂഹമാണ് സോഷ്യലിസ്റ്റ് യൂണിയൻ ലക്ഷ്യം വെച്ചത്. എന്നിട്ടും ഈ സോഷ്യലിസ്റ്റ് യൂണിയൻ എന്തുകൊണ്ട് തകർന്നു? വാട്ട് വെർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ ഡിസിന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ? ഫോർ ദ കൺവീനിയൻസ് ഓഫ് സ്റ്റഡി വി മേ ക്ലാസിഫൈ ദം അണ്ടർ സം ഹെഡ്സ്. ഫസ്റ്റ് വൺ, പൊളിറ്റിക്കൽ. രാഷ്ട്രീയ കാരണങ്ങൾ എന്തായിരുന്നു? സോവിയറ്റ് ഭരണ സംവിധാനത്തിന്റെയും സോവിയറ്റ് രാഷ്ട്രീയ സംവിധാനത്തിന്റെയും ആന്തരികമായ ദൗർബല്യങ്ങളാണ് സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിന്റെ ഒരു കാരണം. Soviet system was bureaucratic. It was authoritarian. Everything was controlled by the party. Everything was controlled by the state. There was no freedom of speech and expression. There was lack of democracy. And that made the life of the people very difficult. Most of the institutions of the state and government needed reforms. Communist Party ruled for 70 years in Soviet Union. But under the Soviet rule, the people felt alienated by slow and stifling administration. വളരെ പതുക്കെ പോകുന്ന ഭരണം, rampant corruption, രൂക്ഷമായ അഴിമതി, inability of the system to correct mistakes it has made. തെറ്റുപറ്റിയാൽ തിരുത്തുന്നതിൽ സിസ്റ്റത്തിനുള്ള വീഴ്ചകൾ, അൺവില്ലിംഗ്നെസ് ടു അലോ മോർ ഓപ്പൺനെസ് ഇൻ ഗവൺമെന്റ്, ഗവൺമെന്റിൽ സുതാര്യത അനുവദിക്കുന്നതിലുള്ള വിമുഖത, എബവ് ഓൾ സെൻട്രലൈസേഷൻ ഓഫ് പവർ ആൻഡ് അതോറിറ്റി ഇൻ എ വാസ്റ്റ് കൺട്രി ലൈക്ക് സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ പോലെ വളരെ പ്രവിശാലമായ വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യത്ത് അധികാരങ്ങൾ ഒരു കേന്ദ്രത്തിലേക്ക് നിക്ഷിപ്തമാക്കുന്നതിലെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. Party bureaucrats got more benefits than ordinary citizens. And people failed to identify themselves with the system.
and the party and the government could not admit and recognize the aspirations of the people, including on cultural matters. സാംസ്കാരിക കാര്യങ്ങളടക്കമുള്ള ജനങ്ങളുടെ അഭിലാഷങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും ഭരണത്തിനോ പാർട്ടിക്കോ കഴിയാതെയായി എന്നുള്ളതാണ്. The second factor that led to the disintegration of Soviet Union was economic factors, economic elements. Economic stagnation led to its disintegration, and that led to consumer shortage. As part of the Cold War, there was arms race, and the Soviet Union had to spend a lot of money to compete with the United States in arms race. ആയുധ മത്സരത്തിൽ അമേരിക്കയോട് കിടപിടിച്ചു നിൽക്കാൻ സോവിയറ്റ് യൂണിയൻ ഒരുപാട് പണം ചെലവഴിക്കേണ്ടി വന്നു. And it had to spend a lot of money for the development of satellite nations. സോവിയറ്റ് ചേരിയുള്ള രാജ്യങ്ങളെ നിലനിർത്തുവാനും അവയുടെ വികസനത്തിനുമായി വലിയ അളവിൽ പണം ചെലവഴിക്കേണ്ടി വന്നു. And the Soviet system had to spend a large amount of money for the development of the 5 Central Asian Republic within USSR. USSR-നകത്ത് തന്നെയുള്ള സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകളുടെ വികസനത്തിന് വേണ്ടിയും സോവിയറ്റ് യൂണിയന് പ്രത്യേകമായി വലിയ അളവിൽ പണം ചെലവഴിക്കേണ്ടി വന്നു. ആൻഡ് ദ അഫ്ഗാൻ ഇൻവേഷൻ ഓഫ് 1979 that also deepened their economic crisis. Soviet system lagged behind the West in technology and infrastructure. ട്രാൻസ്പോർട്ട്, പവർ അടക്കമുള്ള മേഖലകളിൽ സോവിയറ്റ് സിസ്റ്റം വെസ്റ്റിനേക്കാൾ പിറകിലേക്ക് പതുക്കെ പതുക്കെ പോവുകയാണ് ചെയ്തത്. വേജസ് കണ്ടിന്യൂഡ് ടു ഗ്രോ. കൂലി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഉൽപാദനക്ഷമത കുറഞ്ഞു. ടെക്നോളജി വെസ്റ്റിനേക്കാൾ പിറകിലായി. കൺസ്യൂമർ ഗുഡ്സിൽ ഷോർട്ടേജ് വന്നു. സോവിയറ്റ് യൂണിയൻ ബിഗാൻ ടു ഇമ്പോർട്ട് ഫുഡ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ട് ഇൻക്രീസ്ഡ് ബൈ ഇയർ. ഓരോ വർഷം തോറും അതിന്റെ ഭക്ഷ്യ ഇറക്കുമതി വർദ്ധിച്ചു വന്നു എന്നുള്ളതാണ്. And the people thought that they were better than the West and their products are the best. But gradually they realized that their products are far behind the Western products in technology and in quality. സാങ്കേതികതയിലും അതിന്റെ ഗുണനിലവാരത്തിലും തങ്ങളുടെ ഉൽപ്പന്നങ്ങളും മറ്റും വളരെ പിന്നിലാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ ദാറ്റ് ബിക്കേം എ പൊളിറ്റിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഷോക്ക് ഫോർ ദം. അതവർക്ക് ഒരു രാഷ്ട്രീയവും മാനസികവുമായ ആഘാതമായിരുന്നു സോവിയറ്റ് പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് ദ പീപ്പിൾ ബിഗാൻ ടു ഓപ്പൺലി ക്രിട്ടിസൈസ് ദ ഗവൺമെന്റ്. ജനങ്ങൾ ഗവൺമെന്റിനെ തുറന്ന് വിമർശിക്കുവാനായി ആരംഭിച്ചു. ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരസ്ട്രോയിക്ക ആൻഡ് ഗോർബച്ചേവ്. സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റായി ഗോർബച്ചേവ് എത്തിയോടുകൂടി അദ്ദേഹം ഗ്ലാസ്നോസ്റ്റ് പെരസ്ട്രോയിക്ക എന്ന സാമ്പത്തിക പരിഷ്കരണ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ പ്രോമിസ് വാസ് ടു റിഫോം ദ ഇക്കോണമി. സമ്പദ് വ്യവസ്ഥയെ പരിഷ്കരിക്കുക, പാശ്ചാത്യ ലോകത്തോടൊപ്പം സോവിയറ്റ് യൂണിയനെ എത്തിക്കുക, ഭരണ സംവിധാനത്തെ അയവുള്ളതാക്കുക, സുതാര്യമാക്കുക എന്നതൊക്കെയായിരുന്നു. ആൻഡ് ഹി ട്രൈഡ് ടു നോർമലൈസ് ദ റിലേഷൻ വിത്ത് ദ വെസ്റ്റ്. പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം സാധാഗതിയിലാക്കി. ആൻഡ് വെൻ ദർ വെയർ ഉഷർപ്പിംഗ്സ് അഗൈൻസ്റ്റ് the governments in the satellite nations, he was not ready to interfere. സോവിയറ്റ് ചേരിയിലെ രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾക്കെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ ഇടപെടാൻ ഗോർബച്ചേവ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഹി വിഡ്രൂ ദ ഫോഴ്സ് ഫ്രം ദാറ്റ് കൺട്രീസ്. ആ രാജ്യങ്ങളിൽ നിന്ന് ഫോഴ്സിനെ പിൻവലിക്കുകയാണ് ഗോർബച്ചേവ് ചെയ്തത്. ആൻഡ് ഹി പെർമിറ്റഡ് മൾട്ടി പാർട്ടി സിസ്റ്റം ടു ദ പാർലമെന്റ്. പാർലമെന്റിലേക്ക് അദ്ദേഹം മൾട്ടി പാർട്ടി സിസ്റ്റം അനുവദിച്ചു. ആൻഡ് the reforms of Gorbachev really led to the disintegration of USSR. USSRന്റെ ഉന്നമനത്തിനായി ലക്ഷ്യം വെച്ചുകൊണ്ട് ഗോർബച്ചേവ് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിലേക്കാണ് നയിച്ചത്. കമ്മ്യൂണിസ്റ്റ് ഹാർഡ് ലൈനേഴ്സ് ഗോർബച്ചേവിനെ പുറത്താക്കാൻ യാനയേവിന്റെ നേതൃത്വത്തിൽ ഒരു കൂപ്പ് നടത്തിയെങ്കിലും ബോറിസ് എൽസിന്റെ നേതൃത്വത്തിലുള്ള ജനങ്ങൾ, സ്വാതന്ത്ര്യത്തിന്റെ രുചിയറിഞ്ഞ ജനങ്ങൾ ആ അട്ടിമറിയെ പരാജയപ്പെടുത്തി. അവർ സ്വാതന്ത്ര്യവും ജനാധിപത്യവും കരസ്ഥമാക്കാനായിട്ട് ആഗ്രഹിച്ചു. ആൻഡ് ദ ഫൈനൽ ആൻഡ് ദ മോസ്റ്റ് ഇമ്മീഡിയറ്റ് റീസൺ ഫോർ ദ ഡിസന്റിഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ വാസ് റൈസ് ഓഫ് നാഷണാലിസം. ദേശീയതയുടെ ആവിർഭാവമാണ് സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത്.
ദർ ആർ ഡിഫറെന്റ് വ്യൂസ്. ഒരു വിഭാഗം പറയുന്നത് ദേശീയത സോവിയറ്റ് യൂണിയന്റെ ചരിത്രത്തിൽ തന്നെ ഉള്ളതാണ്, തുടക്കം മുതലേ ഉള്ളതാണ്. ഗോർബച്ചേവ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയാലും ഇല്ലായിരുന്നെങ്കിലും, ഗോർബച്ചേവ് ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയാലും നടപ്പിലാക്കാതിരുന്നെങ്കിലും ഈ ദേശീയത ശക്തമാവുകയും അത് പിൽക്കാലത്ത് സോവിയറ്റ് യൂണിയൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് ദ നാഷണലിസ്റ്റ് സെന്റിമെന്റ്സ് വർ സ്ട്രെങ്തൻഡ് ബൈ ദ റിഫോം പോളിസീസ് ഓഫ് ഗോർബച്ചേവ്. എല്ലാവരും പ്രതീക്ഷിച്ചത് സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകളായിരിക്കും ദേശീയത ശക്തിപ്പെടുക എന്നതാണ്. കാരണം ഭാഷാപരമായും വംശീയപരമായും ഒരുപാട് സവിശേഷതകളുള്ള പ്രദേശമാണ് സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകൾ. എന്നാൽ സോവിയറ്റ് യൂണിയനിലെ യൂറോപ്യനൈസ്ഡായിട്ടുള്ള പ്രോസ്പറായിട്ടുള്ള ഉക്രൈൻ, ജോർജിയ, ബെലാറസ് പോലുള്ള പ്രദേശങ്ങളിലാണ് ഈ ദേശീയത ഏറ്റവും കൂടുതൽ ശക്തമായത്. ഫൈനലി ദാറ്റ് ലെഡ് ടു ദ ഡിസൻറ്റഗ്രേഷൻ ഓഫ് USSR. ഓരോരോ റിപ്പബ്ലിക്കുകളായി സോവിയറ്റ് യൂണിയൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അവ UNOയിൽ അംഗത്വം നേടി. അതിൽ പല പ്രദേശങ്ങളും നാറ്റോയുമായി സഹകരിക്കാൻ തയ്യാറായി. ഒടുവിൽ 1991 ഡിസംബർ മാസം 25 ഗോർബച്ചേവ് രാജിവെച്ചതോടുകൂടി സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണം പൂർണ്ണമായി. സോവിയറ്റ് യൂണിയൻ 15 റിപ്പബ്ലിക്കുകളായി മാറി. സോവിയറ്റ് യൂണിയന്റെ പിൻഗാമിയായി റഷ്യ മാറി. UNOയിലെ സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗത്വം റഷ്യയ്ക്ക് ലഭിച്ചു. സോവിയറ്റ് യൂണിയന്റെ അന്തർദേശീയ ബാധ്യതകൾ, കരാർ ബാധ്യതകൾ റഷ്യ ഏറ്റെടുത്തു. സോവിയറ്റ് യൂണിയന്റെ ആണവ ആയുധങ്ങളും റഷ്യയ്ക്കാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത്. Then what were the consequences of disintegration? There were 3 types of consequences. പ്രധാനമായും 3 തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് സോവിയറ്റ് യൂണിയൻ ഡിസിന്റഗ്രേഷൻ സൃഷ്ടിച്ചത്. ഒന്ന്, എൻഡ് ഓഫ് കോൾഡ് വാർ, ശീതയുദ്ധം അവസാനിച്ചു. അതിന്റെ ഭാഗമായി സോഷ്യലിസവും ക്യാപിറ്റലിസവും തമ്മിലുള്ള ഏതിനെയാണ് അതിജീവിക്കുക എന്ന ഐഡിയോളജിക്കൽ ഡിസ്പ്യൂട്ട് ഇറലവന്റായി മാറി. ആംസ് റൈസ് അവസാനിക്കുന്നു. മിലിറ്ററി ബ്ലോക്കുകൾ അപ്രസക്തമായി. ഒരു പുതിയ സമാധാനം സൃഷ്ടിക്കുവാൻ ലോകം ആഗ്രഹിക്കുന്നു. ദ സെക്കൻഡ് കോൺസിക്വൻസ് വാസ് ചേഞ്ചസ് ഇൻ പവർ റിലേഷൻസ്. സോവിയറ്റ് യൂണിയൻ ഡിസിന്റഗ്രേഷന് ശേഷം പ്രത്യയശാസ്ത്രങ്ങളുടെയും ആഗോള സ്ഥാപനങ്ങളുടെയും ഒക്കെ തന്നെ റോളുകളിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ലോകത്തിനു മുമ്പിൽ അവശേഷിച്ചത് 2 പോസിബിലിറ്റീസ്. 1, യൂണിപോളാർ വേൾഡ്. സെക്കൻഡ്ലി, എ മൾട്ടിപോളാർ വേൾഡ്. But US became the sole power and the world became a unipolar world. And under the leadership of America, capitalist economy became the dominant economic system internationally. World Bank and IMF became powerful advisors to the new states, and politically liberal democracy became the best way to organize political life. The third change was emergence of many new states. Disintegration of USSR resulted in the emergence of several new states. Soviet Union itself became 15 republics, and Czechoslovakia, which was a part of the Soviet bloc, became 2 nations, Czech and Slovakia. Yugoslavia was also split into several states, and these new nations became members of UNO and decided to become part of NATO. The next, what is shock therapy? എന്താണ് ഷോക്ക് തെറാപ്പി? റഷ്യയിലും സോവിയറ്റ് അനന്തര രാജ്യങ്ങളിലും സോവിയറ്റ് ചേരിയിലെ രാജ്യങ്ങളിലും IMFന്റെയും വേൾഡ് ബാങ്കിന്റെയും സഹായത്താൽ അവയെ സോഷ്യലിസത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു പ്രക്രിയ നടക്കുകയുണ്ടായി. So the process of, or the method of transmission, the method of transformation from socialism to capitalism is known as shock therapy. It was painful in the sense that for such a transformation, the old structures needed to be abandoned. സോവിയറ്റ് വ്യവസ്ഥയുടെ ഭാഗമായി ഉണ്ടായിരുന്ന എല്ലാ വ്യവസ്ഥകളും നിർമ്മാർജ്ജനം ചെയ്യണമായിരുന്നു. പ്രൈവറ്റ് പ്രോപ്പർട്ടി പുനഃസ്ഥാപിക്കണമായിരുന്നു. പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരണമായിരുന്നു. കോർപ്പറേറ്റ് ഓണർഷിപ്പ് പുനഃസ്ഥാപിക്കണമായിരുന്നു. കളക്റ്റീവ് ഫാമിംഗ് തച്ചു തകർത്ത് പ്രൈവറ്റ് ഫാമിംഗും കൃഷിയിൽ മുതലാളിത്തവും സ്ഥാപിക്കണമായിരുന്നു. സോവിയറ്റ് സിസ്റ്റത്തിന്റെ മുഖമുദ്രയായിരുന്ന വെൽഫെയർ സ്കീംസുകളും
സബ്സിഡികളുമെല്ലാം നിർത്തലാക്കപ്പെട്ടു. ആൻഡ് ഡെവലപ്മെന്റ് വാസ് കൺസീവ്ഡ് ത്രൂ മോർ ട്രേഡ്. ഫ്രീ ട്രേഡ് വാസ് പ്രൊമോട്ടഡ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വാസ് പ്രൊമോട്ടഡ്. ഓപ്പൺനെസ് ഇൻ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, deregulations and currency convertibility were to be accepted and adopted in these countries. സോവിയറ്റ് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന വ്യാപാര ബന്ധങ്ങളെല്ലാം മാറ്റി. ആൻഡ് ദാറ്റ് ഇക്കോണമീസ് were absorbed to the European economies. Then what were the consequences of shock therapy? ഷോക്ക് തെറാപ്പിയുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു? ഷോക്ക് തെറാപ്പി പ്രഖ്യാപിതമായ ഒരു മഹത്വത്തിലേക്കോ നേട്ടങ്ങളിലേക്കോ അല്ല ജനങ്ങളെ നയിച്ചത്. ഇറ്റ് ruined their economy and it provided disaster to their life. സമ്പദ് വ്യവസ്ഥകൾ തകർക്കുകയും ജീവിതത്തെ പൂർണ്ണമായി തകർക്കുകയുമാണ് ഷോക്ക് തെറാപ്പി ചെയ്തത്. റഷ്യയിൽ തന്നെ റഷ്യയുടെ വിപുലമായ വ്യാവസായിക സമുച്ചയം തകർന്നടിഞ്ഞു. ഇറ്റ് വാസ് സോൾഡ് ടു പ്രൈവറ്റ് പേഴ്സൺസ് ആൻഡ് കമ്പനീസ്. അതെല്ലാം തന്നെ ലേലം ചെയ്ത് വിൽക്കുകയാണ് ചെയ്തത്. 90% ഓഫ് ഇൻഡസ്ട്രീസ് വെർ സോൾഡ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ലാർജസ്റ്റ് ഗാരേജ് സെയിൽ ഇൻ ഹിസ്റ്ററി. വിലമതിപ്പുള്ള വ്യവസായങ്ങൾ വില കുറച്ച് കാണിക്കുകയും അവയെ കിട്ടിയ വിലയ്ക്ക് വിറ്റ് തുലയ്ക്കുകയും ചെയ്തു. റഷ്യൻ നാണയമായ റൂബിളിന്റെ വിലയിടിഞ്ഞു. പണപ്പെരുപ്പം രൂക്ഷമായി. ജനങ്ങളുടെ സമ്പാദ്യം നഷ്ടമായി. കളക്റ്റീവ് ഫാമിംഗ് ശിഥിലമായി. അതിന്റെ ഭാഗമായി ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ നഷ്ടപ്പെട്ടു. റഷ്യ ഭക്ഷണം ഇറക്കുമതി ചെയ്യാൻ ആരംഭിച്ചു. GDP തകർന്നു. 10 വർഷം മുമ്പുള്ളതിനേക്കാൾ DGP താഴേക്ക് നിലംപൊത്തി. സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തകർന്നടിഞ്ഞു. സബ്സിഡി നൽകുന്ന സംവിധാനം ഗവൺമെന്റ് നിർത്തിയത് രാജ്യത്തെ ജനങ്ങളെ പോവർട്ടിയിലേക്ക് തള്ളിയിട്ടു. മിഡിൽ ക്ലാസ് വേർ പുഷ്ഡ് ടു ദ പെരിഫറി ഓഫ് സൊസൈറ്റി. വിദ്യാഭ്യാസമുള്ള ജനതയും ബുദ്ധിജീവികളുമടക്കമുള്ള ജനങ്ങൾ ഒന്നുകിൽ ശിഥിലീകരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർ മറ്റിടങ്ങളിലേക്ക് കുടിയേറപ്പെട്ടു. സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു മാഫിയ ആവിർഭവിച്ചു. സ്വകാര്യവൽക്കരണം, പാവപ്പെട്ടവൻ പണക്കാരെന്നുള്ള അന്തരം സമൂഹത്തിൽ സൃഷ്ടിച്ചു. മേഖലകളും സാമ്പത്തിക അടിസ്ഥാനത്തിൽ അന്തരങ്ങൾക്ക് വിധേയമായി. സോവിയറ്റ് ചേരിയിലെ രാജ്യങ്ങളിലും ഇത് വലിയ തരത്തിലുള്ള നാശങ്ങളാണ് സൃഷ്ടിച്ചത്. ഷോക്ക് തെറാപ്പി സാമ്പത്തികമായ ട്രാൻസ്ഫോർമേഷന് പ്രാധാന്യം കൊടുത്തപ്പോൾ അവിടെ ജനാധിപത്യ സ്ഥാപനത്തിന് പ്രാധാന്യം നൽകപ്പെട്ടില്ല. അതിന്റെ ഫലമായിട്ട് സ്ട്രോങ് എക്സിക്യൂട്ടീവ്സുകൾ ഉണ്ടായി. ഭരണഘടനകൾ വളരെ ധൃതിയിൽ ഉണ്ടാക്കപ്പെട്ടു. എക്സിക്യൂട്ടീവുകൾ ഏകാധിപതികളായി മാറി. അവർ ഡിസന്റിനെ അംഗീകരിക്കുവാൻ തയ്യാറായില്ല. ഒരു ജുഡീഷ്യൽ കൾച്ചറോ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയോ ആ രാജ്യങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടില്ല. നദീജല പ്രശ്നത്തിലും മറ്റും രാജ്യങ്ങളും പ്രവിശ്യകളും തമ്മിൽ സംഘർഷങ്ങളുണ്ടായി. ഭരണകൂടങ്ങൾക്കെതിരെ ജനകീയ പ്രക്ഷോഭങ്ങളുണ്ടായി. ആഭ്യന്തര കലാപങ്ങൾ നിരവധി രാജ്യങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ ഷോക്ക് തെറാപ്പി സോവിയറ്റ് യൂണിയനിലെ റിപ്പബ്ലിക്കുകളെയും സോവിയറ്റ് ചേരിയിലെ മുൻ രാജ്യങ്ങളെയും എല്ലാം തന്നെ പൂർണ്ണമായി സാമ്പത്തികമായും രാഷ്ട്രീയമായും ശിഥിലമാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. ഇന്ത്യ ആൻഡ് പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കൺട്രീസ്. ഇന്ത്യയും കമ്മ്യൂണിസ്റ്റാനന്തര രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി സോവിയറ്റ് യൂണിയനുമുള്ള ബന്ധം നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. സോവിയറ്റ് യൂണിയനുമായി ഇന്ത്യക്ക് ഏറ്റവും മികച്ച ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഒരു സ്പെഷ്യൽ റിലേഷനാണ് ഉണ്ടായിരുന്നത്. സാമ്പത്തിക ബന്ധങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ പൊതുമേഖലാ കമ്പനികളുടെ വികാസനത്തിന് സോവിയറ്റ് യൂണിയൻ വലിയ സഹായം നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ സ്റ്റീൽ പ്ലാന്റുകൾ ഭിലായ്, ബൊക്കാറോ, വിശാഖപട്ടണം തുടങ്ങിയവയുടെ വികാസത്തിന് സഹായവും സാങ്കേതിക പിന്തുണയും സോവിയറ്റ് യൂണിയൻ നൽകിയിട്ടുണ്ട്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിന് അതിന്റെ മെഷീനറി പ്ലാന്റ്സിന്റെ വികാസത്തിന് സോവിയറ്റ് യൂണിയൻ സഹായം നൽകിയിട്ടുണ്ട്. ഇന്ത്യ വിദേശ കരുതൽ നിക്ഷേപത്തിന് ഷോർട്ടേജ് അനുഭവിച്ച ഒരു കാലഘട്ടത്ത് ഇന്ത്യൻ രൂപയെ വിദേശ വിനിമയത്തിന് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സഹായകമായതും സോവിയറ്റ് യൂണിയനാണ്. രാഷ്ട്രീയ ബന്ധങ്ങൾ. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിന് UNOയിൽ സോവിയറ്റ് യൂണിയൻ നമുക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. നിരവധി നിർണായകമായ സംഘർഷ സമയങ്ങളിൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ പിന്തുണച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 1971 ഇന്ത്യക്കെതിരെ അമേരിക്ക, പാകിസ്ഥാൻ, ചൈന അച്ചുതൻ രൂപപ്പെട്ടപ്പോൾ പോലും. സൈനിക ബന്ധങ്ങൾ. ഇന്ത്യ മിലിറ്ററി ഹാർഡ്വെയർസ് പ്രധാനമായും സ്വീകരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. സംയുക്ത ആയുധ ഉൽപാദന കരാറുകൾ ഇന്ത്യക്കും സോവിയറ്റ് യൂണിയനിലുണ്ട്. സാംസ്കാരിക ബന്ധങ്ങൾ. ഇന്ത്യൻ സംസ്കാരത്തിനും സിനിമകൾക്കും സോവിയറ്റ് യൂണിയൻ വലിയ ബന്ധമുണ്ട്. ഇന്ത്യൻ എഴുത്തുകാരും കലാകാരന്മാരും സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചിട്ടുമുണ്ട്. ഇന്ത്യ റഷ്യ ബന്ധം. സോവിയറ്റ് യൂണിയന്റെ പിൻഗാമിയായ റഷ്യയുമായിട്ടും ഇന്ത്യക്ക് ഏറ്റവും മികച്ച ബന്ധം തന്നെയാണുള്ളത്. ഇന്ത്യയും റഷ്യയും ഒരു ബഹുദ്രവ ലോകക്രമം എന്ന ആശയം പങ്കുവയ്ക്കുന്നു. ഇതിന്റെ ഭാഗമായി നിരവധി രാജ്യങ്ങളുടെ സഹവർത്തിത്വം, കളക്റ്റീവ് സെക്യൂരിറ്റി, ഗ്രേറ്റർ റീജിയണലിസം, നെഗോഷിയേഷൻസിലൂടെ അന്തർദേശീയ തർക്കങ്ങൾ പരിഹരിക്കുക,
എല്ലാ രാജ്യങ്ങൾക്കും സ്വതന്ത്രമായ ഫോറിൻ പോളിസി, വിദേശ നയം ഉണ്ടാവുക, UNO പോലുള്ള സമിതികളിലൂടെ അന്തർദേശീയ വിഷയങ്ങൾ തീരുമാനമെടുക്കുക, UNOയെ കൂടുതൽ ശാക്തീകരിക്കുക, ജനാധിപത്യവൽക്കരിക്കുക. ഇന്ത്യയും റഷ്യയും തമ്മിൽ നിരവധി ബൈലാറ്ററൽ കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട്. റഷ്യയുമായുള്ള ബന്ധത്തിൽ നിന്ന് ഇന്ത്യ നേട്ടം കൈവരിക്കുന്ന ആഗ്രഹിക്കുന്ന മേഖലകൾ കാശ്മീർ വിഷയം, എനർജി സപ്ലൈ, ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ടെററിസം, അക്സസ് ടു സെൻട്രൽ ഏഷ്യ, അതുപോലെ തന്നെ ചൈനയുമായുള്ള ബന്ധത്തെ ബാലൻസ് ചെയ്യാനും റഷ്യയുമായുള്ള ബന്ധം നമുക്ക് സഹായകരമാണ്. ഇന്ത്യയുമായുള്ള ബന്ധം റഷ്യയ്ക്കും പലതരത്തിൽ ഗുണകരമാണ്. ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാകയാൽ ഇന്ത്യ റഷ്യയ്ക്ക് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഈസ് എ സെക്കൻഡ് ലാർജസ്റ്റ് ആംസ് മാർക്കറ്റ് ഫോർ റഷ്യ. ഇന്ത്യയിലേക്ക് മിലിറ്ററി ഹാർഡ്വെയർ ഇറക്കുമതി ചെയ്യുന്നുണ്ട് റഷ്യ. അവസാനമായി ഇന്ത്യയുടെ ആണവ പദ്ധതികളിൽ, സ്പേസ് ഇൻഡസ്ട്രിയിലും നമുക്ക് റഷ്യയുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. നിരവധി ശാസ്ത്രീയ പ്രോജക്റ്റുകളിൽ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ബ്രിക്സ് എന്ന സംഘടനയിലും ഇന്ത്യയും റഷ്യയും അംഗങ്ങളാണ്. അതും ഒരു സഹകരണത്തിന്റെ പൊതുവേദിയായിട്ട് മാറുന്നു. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, പരിമിതമായ സമയത്തിനുള്ളിൽ നമ്മുടെ ഫോക്കസ് ഏരിയയിലെ 7 അധ്യായങ്ങളും മാഷ് നിങ്ങൾക്കായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഫോക്കസ് ഏരിയയിലെ പാഠഭാഗങ്ങൾ ഫസ്റ്റ് ബെല്ലിലെ ക്ലാസുകളും കൂടി കേട്ടുകൊണ്ട് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി പരീക്ഷാ ഹാളുകളിലേക്ക് നീങ്ങുക. ഏറ്റവും മികച്ച ഒരു സ്കോർ നേടിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ചുവടുകൾ ദൃഢമായി വെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് വളരെ വിനയപൂർവ്വം ആശംസിക്കുന്നു. എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.